ഈ ഒരു ജന്മം വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആശു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ടും ഇതേപോലെ ഒരു മൊഞ്ചൊരു കുട്ടിനെ കിട്ടത്തില്ലേ? പറയുന്നത് സങ്കടം. എനിക്കറിയാം അക്സെപ്റ്റഡ് ആണോ ആ കാര്യത്തിൽ. എനിക്ക് പേഴ്സണൽ മെസ്സേജാ വരാം അങ്ങനത്തെ. ഒറിജിനൽ ആണോ, കാണാൻ പറ്റുമോ, 2K കിഡ്സ് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെ, ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, എത്രയാണ്. എന്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ. ഞാൻ മറക്കത്തില്ല. അതെന്റെ ലൈഫ് കൊളാക്കിയ ആള്. ഞാൻ വെറുപ്പാണോ അത്? കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ വെടി വെച്ച് ദേഷ്യമാണ്. അത്രക്ക് എനിക്ക് ഇഷ്ടമല്ല അയാളെ. അപ്പൊ ഞാൻ ജനിച്ചത് പുരുഷനായിട്ടാണ്. എന്റെ ഉള്ളിൽ പെണ്ണത്തുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കമൗട്ട് ചെയ്ത് സ്ത്രീയായി മാറുന്നത്. ഒന്നെങ്കിൽ ഒരാണ്, പൂർണ്ണതയുള്ള ഒരാണ്, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ഒരു പെണ്ണ്. എല്ലാവരും പറയും, എന്ത് സിമ്പിളായിട്ടാ പറയാ, 9 ചാന്തുപൊട്ട് കൊണ്ട് അല്ലെങ്കിൽ കോൽക്കളിക്കാരൻ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും, എന്റെ കളർ കിട്ടണം, നിന്റെ മൂക്ക് വേണം, നിന്റെ കണ്ണ് വേണം, നിന്റെ ചുണ്ട് വേണം, നിന്റെ ഹെയർ കിട്ടണം, അങ്ങനെ ഭാവിയിൽ ഒരു കുട്ടിയെ വേണമെന്നെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതൊക്കെ ഒരാളൊരു സ്വാതന്ത്ര്യമല്ലേ പൊട്ടുവെക്കുക എന്നുള്ളത്. ജാസി പൊട്ട് വെച്ച സീനാണ്, ജാസി അമ്പലത്തിൽ പോയ സീനാണ്, ജാസി എന്തെങ്കിലും പറഞ്ഞ സീനാണ്. ഇപ്പൊ കുറെ മൊയിലന്മാരെ പിടിച്ചിട്ടുണ്ട് എന്നെ. യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മൊയിലന്മാരെ എന്റെ ഫോട്ടോ വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കൻ്റെ ഈ ഡയലോഗിന് ഇവിടെ എന്താ പ്രസക്തി എന്നല്ലേ? നമുക്ക് ആദ്യം നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. സോഷ്യൽ മീഡിയയിലെ പവർ കപ്പിൾ ജാസിം ആഷിം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡയലോഗിന്റെ കമന്റ്സ് എനിക്ക് വരാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഈ റീലിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കി. എന്നാലും ഇന്റർവ്യൂ ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ നമുക്ക് അറിയണ്ടേ. അപ്പൊ എല്ലാരും പറയാം, ജാസിനൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജാസി ഭയങ്കര പാവാണ്, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ കൊണ്ട് ഇത്ര പോസിറ്റീവായി പറയിപ്പിക്കുന്നത്? ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് സൈലൻസ് ആണ്. നമ്മളൊരാൾ കുറേ കല്ലെറിഞ്ഞു, കുറേ ഉപദ്രവിച്ചു, കുറേ കുറ്റം പറഞ്ഞു, കുറേ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങ് ഉറച്ചങ്ങ് പൊക്കോണം. നമ്മളൊരു എയിം ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയ കയറിയത്? ഓക്കെ, നമുക്ക് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം, നമുക്ക് ഭാവിയിൽ ഒരു നല്ലൊരു സിനിമയിൽ കയറണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം ലൈഫ്. അതിനുവേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ വന്നത്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഇനിയും കുറേ പടവുകൾ കയറാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ടെൻഷൻ നോക്കാൻ ടൈം ഒന്നാമതില്ല, രണ്ടാമത് ഇത് കണ്ടിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ അലമുറയിട്ട് കറിയാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് എൻ്റെ എയിമിലേക്ക് എത്താനുള്ള ഒരു ഫോക്കസ് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നോർമലി ഒന്നും അങ്ങനെ പ്രതികരിക്കാറില്ല. അതുകൊണ്ടായിരിക്കും കുറെയൊക്കെ. പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിന് നല്ല അഭിപ്രായം വരാറുണ്ട്. അത് ഞാൻ പറയാൻ വരുന്നത്, ഒരാളെ കാണുമ്പോ ജാസിനെ റീൽ ചെയ്തിട്ടുണ്ട്, ഇതാരെ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, അതിനൊരു കൗണ്ടർ ഉണ്ടല്ലോ, തിരിച്ചു പറ. ഞാൻ പറഞ്ഞോ അതെ, എന്താ തോന്നാൻ മാഷിന് ഭഗവതി മുമ്പ് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. അത് ആശി പറഞ്ഞ ഡയലോഗ് ആയിരുന്നു. അത് വൈറലായ റീലായിരുന്നു. അപ്പൊ ഒരാൾ അതുപോലെ ഭയങ്കര ട്രഡീഷണൽ ആയി വന്നു. മറ്റേ പറയാനാണെങ്കിൽ പാർട്ട്ണറെ കുറിച്ച് പറയാനാണെങ്കിൽ മരണമാസ സിനിമ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് കണ്ട. അതില് ബേസിൽ ജോസഫിനെ പോലെ മുടിയൊക്കെ കളറിട്ട് ആഷി നോർമലി എല്ലാ ഇന്റർവ്യൂവിലും ആഷി നല്ല കീറിയ പാന്റ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ജാക്കറ്റ്സ്, ഗ്ലാസ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൊതുവെ എല്ലാ ഇന്റർവ്യൂവിലും വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എല്ലാ ഇന്റർവ്യൂവിൽ എടുത്താലും ആഷി ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇന്ന് എക്സി ആയിട്ട് വാ, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എക്സി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഫുൾ ബ്ലാക്ക് ഇട്ട്. അങ്ങനെ ആഷി ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇരിക്കുന്നത്. അതെ, നോർമലി ഫുള്ള് കീറിയ പെയിന്റും കുറെ ജാക്കറ്റും കുറെ കളർഫുള്ളും തൊപ്പിയും ഗ്ലാസും ഓർണമെന്റ്സും ഒക്കെ ഇട്ടാണ് നിൽക്കുക. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. ട്രഡീഷണൽ ചുരിദാർ ആണെങ്കിലും ട്രഡീഷണൽ സാരീസ് ആണെങ്കിലും പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ വെച്ച്. ഞാൻ പൊട്ട് വെച്ചാലും പ്രശ്നമാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുങ്ങി വരാനും. ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കും ജാസി എന്നുള്ളൊരു പേര് പറയുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ജാസി, ഡ്രസ്സ് അപാരമാണ്, അങ്ങനെ തോന്നുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവെ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും, ഒരു നോർമൽ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിലും ഒരു ഇനാഗുറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തൊരു പ്രോഗ്രാമിന് പോകുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണിഞ്ഞൊരുങ്ങി നല്ല പൂവൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഗ്രാൻഡ്. കാരണം നമ്മളെ കാണുമ്പോൾ ആൾക്കാരെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കണം, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കി നിൽക്കണം.
അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ പോകണമെങ്കിൽ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. എനിക്ക് ഭയങ്കര ഇതാണ്. എസ്പെഷ്യലി വീട്ടിൽ പോയി നടക്കും ഇല്ലില്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, ഒന്നാമത് എനിക്ക് മരിച്ച വീടുകളിൽ പോകുന്നത് ഭയങ്കര പേടിയാണ്. പേടി മീൻസ് അതല്ല, എനിക്ക് പേടി മീൻസ് അതല്ല, പക്ഷെ പോവാതെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മരിക്കുമ്പോൾ നമുക്ക് പോയി കാണണല്ലോ. പക്ഷെ എനിക്ക് ഈ പോയി അവിടുത്തെ ഈ ചന്ദനത്തിരിയുടെ സ്മെല്ല് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മൂകത ഒക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പേടി വരും. എനിക്കത് പേടിയാണ് സത്യം പറഞ്ഞാല്. എനിക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് കുറെ നേരം. ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒരു കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനെ പോയി അടിച്ചു പൊളിച്ച് നിൽക്കാം. മരിച്ച വീട്ടിൽ ഈ ഒരു അറ്റാറിൽ പോലെ ഒരു വിഷ്വലൈസ് ചെയ്യാം. അയ്യോ, ആൾക്കാർ എന്നെ വലിച്ചിട്ട് കീറി കൊല്ലും ഒട്ടിക്ക് പോസ്റ്ററില്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു മുട്ടിയൊക്കെ കളർ ചെയ്ത്. ഇപ്പൊ വീട്ടിലെ പണ്ട് കളർ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണോ സുലഭി ചേച്ചി പറഞ്ഞ പോലെ കളർ കോഴികളെ ഞെക്കി പൊട്ടിക്കുന്നു പോകുന്നത്? ഇല്ല, ആശയം ഇപ്പൊ ഞങ്ങൾക്ക് ഈ പ്രൊമോഷൻസും അതേപോലെ പാർലറിന്റെ പ്രൊമോഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് മന്ത്ലി ഒരു 3-4 പാർലർ എന്തായാലും പ്രൊമോഷൻസ് വരും. അപ്പൊ ആശയം എപ്പോഴും പോയിട്ട് ഓരോ കളർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു ബ്രൗൺ ആയിരുന്നു കളർ ചെയ്യുന്ന ലേഡീസ് ആകുമ്പോൾ ഒരുപാട് ചെയ്യാണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ട്. ഫേഷ്യൽ ഇവർക്കാണെങ്കിൽ കട്ടിങ് ഷേവിങ്ങും കഴിഞ്ഞല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹെയറിൽ കളർ ചെയ്യാറുണ്ട്. ജാസിന് ഇപ്പൊ നമ്മള് പറഞ്ഞു, ഞാനിങ്ങനെ കോസ്റ്റ്യൂം ചൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ജാസിന്റെ കൂടെ പിടിച്ചേക്കണല്ലോ, ട്രഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മാച്ചാവില്ല, നിങ്ങൾ മാർക്ക് കൊണ്ട് പോകും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം എടുത്തിട്ടു. കൊള്ളാം. പക്ഷെ എനിക്ക് ഈ മോഡൽ ഡ്രസ്സുകൾ ചേരത്തില്ല. അത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ട് ആഷിക്ക് ഇഷ്ടമല്ല ജാസി ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഡ്രസ് ഇടുന്നത് ചെറുതായിട്ടെങ്കിലും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പൊതുവെ എന്താണ് ആഷിക്ക് ഇഷ്ടമല്ല അങ്ങനെ എക്സ്പോസ് ചെയ്ത ഡ്രസ്സ് ഇടുന്നത്. അത് ഇപ്പോഴും ഇഷ്ടമല്ല. അയ്യോ, എനിക്ക് ലാസ്റ്റ് ഞാനൊരു കോസ്റ്റ്യൂം ഇട്ടായിരുന്നു, ഒരു കുറച്ച് ഇങ്ങനെ ഒരു ഇതുള്ള ഒരു ഗൗൺ ടൈപ്പ്. അത് ഒരു നൈറ്റ് പാർട്ടിയാണ്, കോക്ടെയിൽ വിത്ത് ഫാഷൻ അതായിരുന്നു അവരുടെ തീം. നമുക്ക് അതിൽ ഒരു സാരി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗൗൺ ചുരിദാറിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ എന്തായാലും ഒരു പാർട്ടി ഗൗൺ എന്തെങ്കിലും ഇടണല്ലോ. പക്ഷെ അത് ഇട്ടിട്ട് പോയിട്ട് എനിക്ക് അങ്ങ് എന്താ പറയാ, ഗൗൺ അടിപൊളിയായിരുന്നു ഹാൻഡ് ഡിസൈൻസിന്റെ. പക്ഷെ എനിക്ക് അത് എന്തോ കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് എപ്പോഴും സാരി ചുരിദാർ ഒക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് പോകുന്നതാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, കലിപ്പന്റെ കന്തരിയാണ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് റീൽസിൽ ഇട്ടിട്ട് അപ്പൊ എന്നോട് ചോദിക്കും ആഷിക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ ജാസി ലാസ്റ്റ് ഇട്ട റീൽസിൽ ജാസിയുടെ കുറച്ച് വയറ് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. അത് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി. അതും ഞാൻ അധികം എക്സ്പോസ് ആയതുകൊണ്ട് കുറച്ച് മേലൊക്കെ അത്രത്തോളം കയറ്റിട്ടൊക്കെയാണ് ആ മുണ്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ജയഭാരതി മാമിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത മടപ്പിറാവുകളെ, ആ പാട്ടാണ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ സൗണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിച്ചില്ലേ, ഞാൻ ഫസ്റ്റ് അതാ കാണുന്നേ. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ആണോ? താങ്ക് യു. ഞാൻ കുറെ പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ കളിക്കുന്നത്. പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. അല്ല, പക്ഷെ പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ലൈക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ്, മേക്കപ്പ് ഇഷ്ടമാണ്, ഡിസൈൻ ചെയ്യും, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ വീഡിയോസ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ടീച്ചേഴ്സ് ജാസി പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ കുറെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അവരൊക്കെ മെസ്സേജ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി. റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഇപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചില ആളുകൾ ട്രാൻസ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എപ്പോഴാണ് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അതായത് ചിലപ്പോ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളെ സമൂഹം ട്രാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, അവരെ കുറിച്ചിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോ ചിലപ്പോ അവരെ ഫാമിലിയിൽ തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് അതെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസ് വ്യക്തിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിനോട് അത് കണ്ടിരുന്നു? ആ പ്രസ്താവനയിൽ ഒരിക്കലും യോജിക്കുന്നില്ല. അതായത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ള മെസ്സേജ് ആണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ വേറൊരു ആൾക്കാരെ കാര്യമല്ല പറഞ്ഞത്, എന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഞാൻ മുമ്പ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയാണ്. എൻ്റെ ലൈഫില് എൻ്റെ ഫാമിലീസിനും എൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു കാരണം എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പൊ ഞാൻ മുമ്പേ ട്രാൻസ് അപ്പൊ അവരുടെ ലൈഫ് എന്താവും എന്നുള്ളത് ഒരു ഫോക്കസ് എനിക്കുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരി ഞാൻ എൻ്റെ ഫാമിലിനെ നന്നായിട്ട് പേടിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്താവും എന്നത് എനിക്ക് ഓൾറെഡി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ ഉപ്പാനെ പേടിയായിരുന്നു. വീട്ടില് ആൾക്കാരോട് ഞാൻ ഇങ്ങനെ ഇത് തുറന്ന് പറയാം. പേടി മീൻസ് ആ ഒരു പേടിയില്ല, ബഹുമാനം കൊണ്ടൊരു പേടി. അപ്പൊ ഇത് തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞ പോലെ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കല്യാണം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള തോന്നിയോണ്ടാണ് പിന്നെ അത് ആക്കിയത്. പിന്നെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓക്കെ ഇനി അഭിനയിച്ച് ജീവിക്കേണ്ട, കാരണം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ തുറന്ന് പറയാം, സമൂഹത്തിനോട് പറയാന്നുള്ള രീതിയിൽ ഞാൻ കൺവേർട്ട് ചെയ്ത് വന്നത്. ഇപ്പോൾ ഈ കല്യാണം കഴിച്ച ആൾക്കാർക്ക് ചെറിയൊരു കുട്ടികളുണ്ടാവായിരിക്കും. എനിക്ക് കുട്ടികളില്ല കേട്ടോ, ഞാൻ 1 മാസം താമസിച്ചുള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവായിരിക്കും, അവർക്ക് 2 കുട്ടികളുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു ഭാവിയിൽ അവരൊരു പെണ്ണായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് അത് ആ സമയത്താണ് അത് അവർക്ക് തുറന്ന് പറയാൻ പറ്റുക. കാരണം അവരുടെ സാഹചര്യങ്ങളാണ്, എല്ലാവരും ഒരേപോലത്തെ സാഹചര്യം ആയിരിക്കില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയുടെ സാഹചര്യം ആയിരിക്കില്ല ഈ വേറൊരാളെ സാഹചര്യം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കെന്തോ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതാണ് ഏറ്റവും അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുറത്ത് പോണ സമയത്ത് നമ്മളോട് ചോദിക്കണം, നിങ്ങൾ ഫുൾ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഒന്നും ചെയ്യാണ്ടാണോ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദ്യം വരില്ലേ. നിങ്ങൾ കുട്ടികളുണ്ടോ, നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻസ് വരില്ലേ. അത് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ അതിന് പവർ കൂടും. അതാണ് ഉണ്ടായ സംഭവം. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും ഈ ബ്രൈഡലിന്റെ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എപ്പോഴാണ് കല്യാണം മോൾസിൽ ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഒരു ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കല്യാണം. അപ്പോൾ ഇനി പക്ഷെ ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, കുറച്ച് ഞങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണത്തിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. കുറെ ഇൻഫ്ലുവൻസിന്റെ കല്യാണം ഇങ്ങനെ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നും കൂടെ ഒന്ന് കെട്ടാം, ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കെട്ടാം എന്ന് വിചാരിച്ചു. അത് കുറെ മുമ്പാണ്. ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞൊരു കല്യാണം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് വൈബ്രന്റ് ആയിട്ട് കഴിക്കണം. ആഗ്രഹമുണ്ടോ? ബീച്ച് വെഡിങ് ചെയ്യണം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇനി കുറച്ച് ആശി സംസാരിക്കുന്നത് ഞാൻ തന്നെ സംസാരിച്ച എല്ലാ ഇന്റർവ്യൂ ഞാൻ മിക്ക ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്. ആശി ഒന്നും സംസാരിക്കാറില്ലേ, സൈലന്റ് ആണ്. സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ സപ്പോർട്ടിങ് അങ്ങനെയാണോ? ആശി പൊതുവെ ആശി നന്നായിട്ട് ഒരിക്കലല്ല. ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോട് എന്നെക്കാട്ടി കൂടുതൽ കമ്പനി ആവുന്നതും കുറച്ച് കഴിഞ്ഞാല് എന്നോട് അല്ല. എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട്, കുറെ ആൾക്കാർ അങ്ങനെയുണ്ട്. കാരണം എന്നോട് പറയും എന്നെ വിളിക്കില്ല, ആശിനെ വിളിക്കണം, നീ എവിടെയാ അങ്ങനെയാ. കാരണം അത്രയും ആശയമായിട്ട് പിന്നെ നല്ല കമ്പനിയാവും. ഇപ്പൊ ഇവൻ വിനു ഒക്കെ എന്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഇവരോടാണ് കമ്പനിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആശിനോട് ചോദിക്കാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിക്കാണ്. അപ്പോ ജാസി ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആശി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ട്രാൻസ് പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം അയക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. ഉണ്ട്, പക്ഷെ എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. അപ്പോ എങ്ങനെയായിരുന്നു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ജാസിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൽ? വീട്ടിലെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വീട്ടിലൊക്കെ കേറ്റാറില്ല? എങ്ങനെയാണ്? ഇല്ല പോവാറില്ല. എന്റെ വീട്ടിലേക്ക് പോവാറുണ്ട്, പോവാറില്ല. കോണ്ടാക്ട് ഒക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ലായൊന്നുമില്ല. കോണ്ടാക്ടും വീട്ടിൽ ഉമ്മാനെ വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, കോണ്ടാക്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ, അത്രേ ഉള്ളൂ. ആഷിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ജാസിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്, ബാഡ് കമന്റ്സ് പറയുന്നുണ്ട്, അപ്പോ ഇത്രമാത്രം ഹെയ്റ്റ് ഒന്നും ഈ ഒരു വ്യക്തി അർഹിക്കുന്നില്ല, ഒരുപാട് സ്നേഹം? അതുകൊണ്ടല്ല നിൽക്കുന്നത്, എനിക്ക് ശരിക്കും നിങ്ങളെക്കാട്ടി ഇവര് കമന്റ് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് അറിയുന്ന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതുപോലെ എനിക്ക് സങ്കടം അറിയാം, ഇവനെ കുറെ ആൾക്ക് എന്നെ പറയണത് പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ വീട്ടുകാരെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം. എനിക്ക് എന്നെ പറയുന്നത് എനിക്ക് ടെൻഷൻ, ഞാൻ അത് പണ്ട് മുതലേ കേട്ട് വന്നതാണ്. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇവനും എന്റെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അവന് അങ്ങനെ ഒരു പേരും കൂടി കേൾക്കുമ്പോൾ ഒരു വിഷമം എനിക്ക് പേഴ്സണലി നല്ല ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ജാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ
ചെറുപ്പത്തിലെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കുമല്ലോ അറിയുന്നേ ഞാൻ ആണായിട്ട് ജനിച്ചു പക്ഷെ എന്റെ ഐഡന്റിറ്റി ഇതല്ല എന്ന്. ആ സമയത്ത് പേടി തോന്നിയിരുന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരടുത്തെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയിരുന്നോ? എനിക്ക് പേടിയല്ല, എനിക്ക് ഞാൻ വിചാരിച്ചത് എന്റെ ലൈഫിൽ ഇതെന്താ ഞാൻ ഇങ്ങനെ, ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, ഇത് എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഞാൻ വേറൊരാളെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കൂളിലാണെങ്കിലും എൻ്റെ ചുറ്റുപറ്റത്താണെന്നുണ്ടെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഇൻസിഡന്റ് ഏതായിരിക്കും? എനിക്ക് പൊതുവെ ലേഡീസ് ഡ്രസ്സിനോടായിരുന്നു അന്ന് താല്പര്യം. ചേച്ചിമാരുടെ ഡ്രസ്സ് എടുക്കുക, വള എടുക്കുക, മാല എടുത്ത് കമ്മലിടുക, അങ്ങനെയൊക്കെ കളിക്കുമ്പോഴും അമ്മയായിട്ട്. അപ്പോൾ നമ്മൾ പണ്ട് കളിക്കില്ലേ, ഞങ്ങളവിടെ കുഞ്ഞിച്ചോറും കൂട്ടാനെന്നാ പറയാ. അപ്പൊ അത് കളിക്കുമ്പോൾ ഞാനായിരിക്കും അമ്മ. എനിക്ക് അമ്മയാവാൻ ഇഷ്ടം, എനിക്ക് അച്ഛാവാൻ ഇഷ്ടമല്ല. അതേപോലെ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഇവനോട് സ്റ്റോറി കുറെ പറഞ്ഞിട്ടുണ്ട്. അന്ന് കേസറ്റ് കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? അന്ന് ചെറിയ കേസറ്റ് കിട്ടും, വലുതല്ലേ, കുഞ്ഞു ഓലയുള്ള കേസറ്റ്, പണ്ടത്തെ. കുറച്ച് വയസ്സായേ. അപ്പൊ അതിങ്ങനെ കൊറേ ഇങ്ങനെ എടുത്തിട്ട് കുറേ ആയിട്ട് മുടി പോലെ ആക്കിയിട്ട് തലയിൽ മുടി വെക്കും, എന്നിട്ടാണ് കളിക്കുക. അപ്പൊ അതൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്തൊരു അനുഭവം പറഞ്ഞതാ. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഞാൻ വേറെ ആരും കാണുന്നില്ല, അപ്പൊ എല്ലാവരും കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാത്രം പഠിച്ചോനെ ഇങ്ങനെ, ഇത് ഞാൻ മാത്രമല്ല ഈ ലോകത്ത്, ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എന്താണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ ക്ലാസ്സിൽ 10th എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്ന്. അപ്പം മുഹമ്മദ് ഞാൻ നല്ല കമ്പനിയാണ്. അപ്പൊ മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ, മുഹമ്മദ് ഇങ്ങനെ എന്താ 10th പഠിക്കുമ്പോൾ, അതിന് മുമ്പ് ഞാൻ വേറെ ആരും കാണുന്നില്ല. അവനോട് പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ആ ഫ്രണ്ടിന്റെ കണക്ട് ആദ്യമായിട്ട് അപ്പൊ മുഹമ്മദിനോടാണ് ഇത് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഈ ഡ്രസ്സുകളും ഈ വളകളും നമ്മളെ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും മനസ്സിലാവും. കാരണം അവരോട് പറയല്ലോ ഇതെന്താ നിന്റെ മോൻ ഇങ്ങനെ നടക്കുന്ന പെണ്ണുകളെ കൂടെ ചോദിച്ചിരുന്നു. അപ്പൊ ചോദിച്ചിരുന്നു. ഞാൻ കളിക്കുന്ന സമയത്ത് പെൺകുട്ടികളെ കൂടെ കളിക്കുക, ആളുകളോട് കളിക്കാൻ ഞാൻ പോവില്ല. കാരണം അവരെന്നെ കളിക്കാൻ കൂട്ടത്തില്ല. അവർ അടിക്കുന്ന ബോളും പന്തും പോയി എടുത്തുകൊണ്ടിരായിരിക്കും എൻ്റെ പണി. അപ്പൊ എനിക്ക് കളിക്കാനും പറ്റത്തില്ല. അവര് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പോവാറില്ല അവരുടെ അടുത്തേക്ക്. അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഭയങ്കര നല്ലോണം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂട്ടത്തിൽ നിന്ന് ചെക്കന്മാര് കളിയാക്കും, പെൺകുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴും കളിയാക്കും. കുറെ എനിക്ക് എന്റെ വാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ലൈഫ് ഒന്നുമല്ല. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ കണ്ണാടിന്റെ മുന്നിലൊക്കെ പോയിരുന്ന കാര്യ. അതുപോലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് എന്തായിരുന്നു ഈ ഗ്രോയിങ് അപ്പില്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോണ സമയത്ത് കുറേ ആൾക്കാർ, കുറേ ചെക്കന്മാരെ ക്ലാസ്സിലല്ല സ്കൂളിലെ കുറച്ച് ചെക്കന്മാര് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹറാസ്മെന്റ് ചെയ്തു. അന്നൊരു എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഒരു യുവജനോത്സവമായിരുന്നു. അപ്പൊ ഞാൻ അന്ന് NCC ഉണ്ട്. അന്ന് NCC ഉണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ആൾക്കാരെ NCC കേഡറ്റ് ആയിട്ട് എടുക്കുള്ളൂ. ഞാൻ അന്ന് അത്ര ആഗ്രഹങ്ങൾ പറഞ്ഞതുകൊണ്ട് താങ്ക് യു സെയ്ദീൻ മാഷിനോട് ഞാൻ പോയി ഓഫീസിൽ പോയിട്ട് സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ ഇതിൽ അഭിനയിക്കാൻ. അന്നത്തെ എന്താണെന്ന് ഞായറാഴ്ച പരേഡ് ഉണ്ടാവും. ഈ പരേഡ് കഴിഞ്ഞിട്ട് അന്ന് പൊറാട്ടയും എഗ് കറി ആയിരിക്കും കിട്ടുക. ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കിടത്തായത്. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ സെൻസാർ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 10th എക്സ്ട്രാ മാർക്ക് കിട്ടും. ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അങ്ങനെ? ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ 10th മാർക്ക് കുറവാണെങ്കിൽ ഇതിന്റെ ഗ്രേഡ്സ് മാർക്ക് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒരു ഫോക്കസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാഫ് റൂമിൽ പോയി പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് എടുക്കുന്നത് സാറ്. അപ്പൊ അന്ന് ആ ഡ്രസ്സ് ഇട്ട് വളരെ ചെറുതാ. ആ ഡ്രസ്സ് ഇടുമ്പോ എനിക്ക് അന്ന് ഇടുന്ന ഒരു പണ്ടത്തെ പോലീസുകാരെ പോലത്തെ ഡ്രസ്സായിരിക്കും. പാൻറ്റൊന്നും കിട്ടത്തില്ല, ഒരു വലിയ ട്രൗസർ ആയിരിക്കും, ഇന്നത്തെ ബാഗി ജീൻസ് ഒക്കെ വലിയൊരു ട്രൗസർ. അപ്പൊ ഞാൻ അതിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് സ്കൂളിലെ പരിപാടിയാണ്, യുവജനോത്സവമാണല്ലോ. അപ്പൊ അങ്ങോട്ട് ചെക്കന്മാരെ കടത്തി വിടരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ 3-4 പേര് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. പോലീസ് ബെഞ്ചൊക്കെ ഇട്ട് മേലെ അങ്ങനെ കയറി ഇരിക്കുക. കുറച്ച് ചെക്കന്മാർ വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതിൽ കൂടെ എൻട്രി ഇല്ല, അപ്പുറത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡെസ്ക് ഒക്കെ എടുത്ത് മാറ്റിട്ട് അവരാണ് കടക്കുക. അപ്പൊ ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാകുമ്പോ ഇങ്ങനെ അന്ന് ചാന്തപ്പൊട്ട് സിനിമ ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അന്ന് ഇപ്പോഴാണ് ആൾക്കാർ അങ്ങനെ ആ സിനിമയുടെ കാര്യം പിന്നെ പറയാം. അപ്പൊ എന്താണ് ഈ ഇന്നെ കണ്ടിട്ട് ഇവര് അന്ന് പെൺകൂസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്താ പെണ്ണ, നീ പെൺകൂസനാണോ, അങ്ങനെയാണോ എന്നൊക്കെ. അന്ന് ഈ 9 എന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നെ പറഞ്ഞിട്ട് അടിക്കുക അങ്ങനെ ചെയ്യുന്നത്. അതാണ് എന്റെ ലൈഫിൽ. അത് അന്ന് കുറെ കരഞ്ഞു. അത് വീട്ടിൽ പറഞ്ഞിരുന്നു? വീട്ടിൽ പറയാൻ പേടിയാണ്.
കാരണം വീട്ടിൽ പറഞ്ഞാലും പേടി, കാരണം ഞാൻ പെണ്ണുങ്ങളെ പോലെ ആയതുകൊണ്ടാണ് എന്നെ അടിച്ചത്, അപ്പൊ നീ ആണോട് പോലെ നടക്കുന്ന വീട്ടുകാർ പറയുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അന്ന് അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ കുറേ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഒക്കെ പറയാൻ പേടിയാണ് എനിക്ക്. ബീറും കുപ്പിയിട്ടൊക്കെ എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. ബീറിന്റെ കുപ്പിയിട്ട് കളിക്കുന്ന സമയത്ത് ബീറും കുപ്പിയിട്ട് എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട് തലയ്ക്ക്. അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ജാസിന്റെ ലൈഫ് സ്റ്റോറി മൊത്തം അറിയാലോ. ഇനി ആഷിനെ കുറച്ച് ചെറുപ്പത്തിൽ തമാശകളൊക്കെ പറയും. ഫസ്റ്റ് ഗേൾഫ്രണ്ട് എപ്പോഴായിരുന്നു? ജാസിന്റെ അടുത്ത് പറഞ്ഞു. ഗേൾഫ്രണ്ട്സ് ആയിരുന്നു. ആഷി ഭയങ്കര പോവാല, ഇവിടെ നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോഴി എന്നുള്ളൊരു സംഭവം. ഇത് കോഴിയല്ല, ഇത് കാട്ടുകോഴി. കല്യാണത്തിനൊക്കെ പോലെ ബോയ്സ് അപ്പൊ ഞങ്ങള് കല്യാണത്തിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മഞ്ഞ എനിക്ക് പച്ച എനിക്ക് ബെറ്റ് വെച്ച് പോയിട്ടുണ്ടോ ടൈമില് ബെറ്റൊക്കെ വെച്ചിട്ട് എന്തൊരു അഭിമാനം. അങ്ങനെ ടൈമിൽ ജാസിനും അതുപോലെ എന്റെ കൂടെ ഒരു പെൺകുട്ടിയെ നോക്കിയത്. പിന്നെ ആ സമയത്ത് പിന്നെ അവളെ കല്യാണം കഴിഞ്ഞു, ഇവന് ഓൾറെഡി തേപ്പും കിട്ടിയിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. ആശ്വസിപ്പിക്കാൻ ഞാൻ ഹംസമായിരുന്നു, ദൂത് കൊണ്ടുവന്ന ഹംസമായിരുന്നു ഞാൻ. ഇപ്പൊ അന്നെ ഞാൻ സ്നേഹിക്കുന്ന അനിയനെ ഫ്രണ്ടിന്റെ കാര്യം കയ്യിലെടുക്കും, എന്റെ ലെറ്റർ ഒക്കെ കൊടുക്കുമ്പോ അനിയന്റെ കൊടുത്തിട്ട് അനിയൻ അങ്ങനെ ജാസിനെ കിട്ടിയ. സ്കൂളിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ പെൺകുട്ടികളായിട്ടായിരുന്നു കമ്പനി മുഴുവൻ, എനിക്ക് ആണുങ്ങൾ കമ്പനി ഇല്ല. അപ്പോൾ ഈ ആണുങ്ങള് എന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ എന്റെ അടുത്തൊക്കെ ഫസ്റ്റ് വരിക, ജാസ്തി എനിക്ക് ഇങ്ങനെ അവളെ ഇഷ്ടമാണ്, എന്നാ പുളിയച്ചാറ് അല്ലെങ്കിൽ മഞ്ച്. അപ്പൊ ഞാനത് വാങ്ങും. ഞാനത് അല്ല, എനിക്ക് അത് എനിക്ക് കിട്ടുന്നതാണ്, അവർക്ക് നീ ഇത് അവൾക്ക് കൊടുക്കണം. അപ്പൊ അന്ന് 2 മഞ്ച് അവൾക്ക് കൊടുക്കുമ്പോ അടുത്തൊരു മഞ്ച് എനിക്ക് കിട്ടും. അങ്ങനെ അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സുകളില് ചെക്കന്മാരെ ഇഷ്ടം പറഞ്ഞ എന്നോടായിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയി പറയാൻ വേണ്ടിട്ട് എനിക്ക് അന്ന് കുറെ കൈക്കൂലിക്കാൻ വാങ്ങിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂ നമുക്ക് ഈ സമയം ആക്കാം. അപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 4 മണിക്കൊക്കെ ആക്കാൻ പറ്റും. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? അല്ല, എന്താ വെച്ചാൽ അറിയോ, ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഷൂട്ട് പ്ലാൻ ഉള്ള ദിവസങ്ങളാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഷൂട്ട് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് വന്ന ട്രാവലിംഗ് ആയിരിക്കുമല്ലോ, നല്ല ട്രാവൽ. ഇപ്പൊ 2 ദിവസം മുമ്പ് ഷൂട്ടുണ്ടായിരുന്നു തൃശ്ശൂരാണ്. തൃശ്ശൂരിന് ട്രെയിനിൽ പോകുന്ന കൊച്ചി ടു തൃശ്ശൂർ പോയി അവിടുന്ന് ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അപ്പൊ അത്ര നേരം ഷൂട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഉച്ചക്ക് എണീക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവൻ ലൈവില് സ്ട്രീമിങ് ഇരിക്കുന്നുണ്ട് ടിക്ടോക്കില്. അപ്പൊ അങ്ങനെയൊക്കെ. ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു, എല്ലാ പെൺകുട്ടികളും മൊത്തം ഇപ്പൊ ജാസിന്റെ ഇതില് ഫോളോ ചെയ്യുന്നത് ജാസിയുടെ സൗന്ദര്യ രഹസ്യം എന്താണ്, എങ്ങനെയാണ് ഈ സ്കിൻ ഇത്ര ഗ്ലോ ചെയ്തിരിക്കുന്നത്, പുതിയ പുതിയ ഡ്രസ്സ് എന്താണ്, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കല്ല, എനിക്ക് പേഴ്സണലി ഒരുപാട് ലേഡീസിന്റെ മെസ്സേജ് വരും. ഒരുപാട് ആൾക്കാർ, ചില ആൾക്കാർ വിചാരിക്കും ഞാൻ എനിക്ക് പേഴ്സണലി അയക്കുന്ന മെസ്സേജ് ഞാൻ നോക്കാറില്ലെന്ന്. എനിക്ക് കമന്റ്സിനെക്കാട്ടും കൂടുതൽ ഞാൻ നോക്കുന്നത് എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജുകളാണ്. കാരണം ഇപ്പുറത്തും കിടക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് ഞാൻ ഫുള്ള് ചില സമയത്ത് ഇരുന്ന് വായിക്കാറുണ്ട് ഫ്രീ. കാരണം നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഷൂട്ട് ഫ്രീ ആയിട്ട് സമയത്ത് ഞാൻ ആ ഇൻസ്റ്റാ റീൽസ് തോന്നുന്നതിനും കൂടുതൽ ഞാൻ ആ മെസ്സേജാണ് നോക്കുക. കാരണം അതിൽ നമുക്ക് ആൾക്കാരെ പൾസ് അറിയാൻ പറ്റും. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ, നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിൽ നല്ല തെറി കമന്റ്സ് വരും കേട്ടോ. അങ്ങനെയുണ്ട്. അല്ല, അത് എനിക്ക് മെസ്സേജിലൂടെ തന്നെ പറയും. കാരണം കുറേ മെസ്സേജ് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ നോക്കുമ്പോ ഉണ്ടാവും ഇങ്ങനെ ഫുൾ തെറികളായിരിക്കും. അവസാനത്തുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ജാസി സൂപ്പർ ആട്ടോ, ഇഷ്ടാട്ടോ. അങ്ങനെ പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഒക്കെ ജാസിത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്ലീസ് റിപ്ലൈ മീ. പിന്നെ കുറെ ഹൈ 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 എന്താ റിപ്ലൈ ചെയ്യാത്തതെന്ന് നോക്കുന്നില്ല. പിന്നെ ഡാ നിനക്ക് എന്താടാ നോക്കിയാല്, ഡാ നിനക്ക് നീ അത് അഹങ്കാരി, അങ്ങനത്തെ കുറെ മെസ്സേജ് വരാറുണ്ട്. പിന്നെ ലേഡീസ് പറഞ്ഞപ്പോ ലേഡീസ് കുറേ പറഞ്ഞ കമന്റ്സ് വരുന്നത് കോസ്റ്റ്യൂമാണ്. എവിടുന്നാ ഇതൊക്കെ എടുക്കുന്നത്, ഏത് ഷോപ്പിൽ പോയിട്ടാണ് എടുക്കുന്നത്, എവിടുന്നാ കളക്ഷൻ കിട്ടുന്നത്, ഈ കമ്മൽ എവിടുന്നാ, മാല എവിടുന്നാ, വള എവിടുന്നാ ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പൊതുവെ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകണം, എന്നിപ്പോൾ ഒരു ഷോപ്പിൽ ഫ്രണ്ടിൽ പോകണമെങ്കിൽ ആ ചുരിദാർ ഇഷ്ടമായി ഞാൻ അവിടെ ഇറങ്ങി അത് വാങ്ങും. എനിക്കത് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല ഞാൻ. എനിക്ക് ആ ചുരിദാർ ഇഷ്ടമായോ ഞാൻ വാങ്ങും. ഒരുപാട് കോസ്റ്റ്ലി അല്ലെങ്കിൽ പോലും നല്ല ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ കുറേയൊക്കെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എനിക്ക്, കാരണം എനിക്ക് അവർക്ക് അറിയാം ഞാൻ നല്ല ചുരിദാർ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എവിടെയെങ്കിലും അവർ പോയി വരും, പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് ജാസ്തി ഇവിടെ നല്ല ഡ്രസ്സ് ഉണ്ട്, റേറ്റ് കുറവാണ്, നിനക്ക് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് അവർ ഫോട്ടോ അയച്ചും കളർ നോക്കി ഞാൻ സെലക്ട് ചെയ്യും.
ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കരീഷ്മ ഇപ്പം അടുത്ത് തിരുപ്പതി പോയപ്പോൾ അവള് കൊണ്ടുവന്ന കുപ്പിവളകളാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗിഫ്റ്റ് കിട്ടും. ആശി ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാറുണ്ടോ? ആശി ബാഗ് ദുബായിൽ നമുക്ക് നല്ല ബാഗുകളൊക്കെ വാങ്ങിച്ചിരുന്നു. ആശി എനിക്കൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല വലിയ. നിങ്ങൾ ആരേറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാറ്? ആശയ ഗിഫ്റ്റ് ആശയ തരാറ്. സർപ്രൈസുകളോ? ആശി. പിന്നെ അതേപോലെ ഡേറ്റുകളൊക്കെ ഇപ്പൊ കണ്ട ഡേറ്റ്, ഫസ്റ്റ് നമ്മൾ ഇഷ്ടം പറഞ്ഞ ഡേറ്റ്, ഫസ്റ്റ് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ്, ആനിവേഴ്സറി, ഇതൊക്കെ കറക്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചിട്ട് ആശി ഗിഫ്റ്റ് ചെയ്യും. എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് അത് ഇന്നെന്താ ഗിഫ്റ്റ് ഇന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞ് നമ്മൾ ദുബായിൽ നിന്ന് അവിടെ വെച്ച് കണ്ടില്ലേ, കരാമ വെച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞ ആശി അങ്ങനെ പറയും. എനിക്ക് അത്ര വലിയൊരു ഓർമ്മയില്ല. പക്ഷെ എന്നാലും അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതൊക്കെ എനിക്കറിയാം. അല്ലാണ്ട് ഇങ്ങനെ കണ്ട ദിവസം അതൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു ഓർമ്മയില്ല. ഇപ്പൊ ആഷിനോട് ഇത്രയും കാലം ഇപ്പോഴും വായി നോക്കുന്ന പെമ്പിള്ളേരെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ജാസിനെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു കാരണം? അല്ലെങ്കിൽ എപ്പോഴായിരുന്നു മനസ്സിലായത് ഇതാണ് എന്റെ പെണ്ണ് എന്ന് മനസ്സിലായ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ഞാൻ ജാസി ഒരു സിറ്റുവേഷനിൽ, ഞാൻ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനാണ് ഫോണൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്തത്. കാരണം ഇവന് തേപ്പ് ഇട്ട് നിൽക്കുന്ന സമയത്തല്ലോ. അത് പിന്നെ എനിക്കാണ് ഫസ്റ്റ് ഇഷ്ടം തോന്നിയത്. ഞാൻ പറഞ്ഞു, അടിപൊളി ആളാണല്ലോ, നല്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇതാണ്. ഞങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എന്താ പറയുക, ഒരുമിച്ചുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണ്, ഫുഡ് ഏകദേശം ഞങ്ങൾ ഒരേപോലെ തന്നെ, എല്ലാം ഒരേ വൈബ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും, അത് ഒരേപോലെ. അപ്പോൾ എല്ലാം ഒരേപോലത്തെ വൈബ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേപോലെ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാനാണ് ആദ്യം ഇഷ്ടം പറയുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാം എന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ചോദിച്ചു അയ്യോ ഇനിയിപ്പോൾ എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് പോകും, ഇഷ്ടം ഇല്ലെങ്കിൽ വേണ്ട, ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് ഓക്കെ ആണ്. ഇഷ്ടമാണ് ഒരാൾ പറയാൻ കാത്തുക്കായിരുന്നു? അല്ല, എനിക്ക് ഓൾറെഡി ഇഷ്ടമായിരുന്നു. ഞങ്ങള് ആര് പറയുന്നുള്ളൊരു വെയിറ്റിംഗിലായിരുന്നു. ആദ്യം പറയാൻ പേടിയായിരുന്നു? അപ്പോ പേടിയൊന്നുമില്ല. ഞാൻ എങ്ങനെ എടുക്കുന്നതായിരിക്കും, ഞാൻ അത് അങ്ങോട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇവനെങ്ങനെ എടുക്കുന്നതായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ദൈവം സഹായിച്ചെല്ലാം ഇതായി. പിന്നെ ലൈഫാകുമ്പോൾ ചെറിയ അടിപിടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ലൈഫാണ്. പക്ഷെ അത് കഴിഞ്ഞത് അതെല്ലാം മനസ്സിലാക്കി വീണ്ടും നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്നതാണ്, അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ജാസിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇല്ലേ, ഇതൊക്കെ ഞാൻ ഫുള്ളായി കാണില്ല. ഞാൻ ഒരു ഇന്റർവ്യൂ ഫുള്ളായി കാണില്ല. ഞാൻ ഇപ്പൊ വീഡിയോ ഞങ്ങൾ എടുത്താലും എന്റെ വീഡിയോ ഞാൻ ഫുള്ളായി കാണില്ല. ആഷിക്ക് അവന്റെ വോയിസ് വീഡിയോയിൽ കേൾക്കുന്നത് ഭയങ്കര അല്ല, ഈ കമന്റുകൾ മോശമായിട്ട് നോക്കാറില്ല. അല്ല, ഇങ്ങനെ ഇപ്പൊ ജാസി കമന്റ് വായിച്ച് വിഷമിക്കുമ്പോ ജാസി സംഭവം നടന്ന് കൊറ്റംകുളങ്ങര പോയിട്ട് വലിയ ഇഷ്യൂ ആയി തോന്നുന്നു, അറിയില്ല. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ റൂമിലിരിക്കുന്ന ടൈമിൽ കുറെ ആൾക്കാർ വിളിക്കുന്നു, ജാസി ടെൻഷൻ അടിക്കണ്ട, വലിയ പ്രശ്നം, എല്ലാരും നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ പ്രശ്നം. കാരണം എന്റെ പല പ്രശ്നങ്ങളും ഞാൻ അറിയാണ്ട് എന്റെ വരുന്ന പ്രശ്നങ്ങളാ. ഞാൻ പോയി പിടിക്കുന്ന പ്രശ്നങ്ങളല്ല, അറിയാണ്ട് എന്റെ മണ്ടത്തരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും അബദ്ധങ്ങൾ കൊണ്ടോ വരുന്ന, എവിടെ തൊട്ടാലും വൈറലാവുന്ന ഒരാൾ അങ്ങനെ ആയി പോയി. എനിക്ക് അറിയില്ല അങ്ങനെ എന്താ അത് സംഭവം എന്നുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ പോയി പിടിക്കുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും, ഒക്കെ ഇങ്ങനെ വഴിയെ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, ഇനിയും പോകും കുറ്റങ്ങൾ അങ്ങനെ വിളക്കെടുത്ത്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോ ഒരാള് മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. മെസ്സേജ് നോക്കാറുണ്ട്, നോക്കാറില്ല ഞങ്ങള്. ഞാനൊരു വീഡിയോ ഇട്ടു, ആ വീടിന്റെ അകത്ത് കമന്റ്സ് ഞങ്ങൾ വായിക്കാറേ ഇല്ല. നീ ഇപ്പൊ സാധനങ്ങൾ നോക്കാറ് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ ഇനി ഇട്ട വീടിന്റെ താഴത്ത് വലിയൊരു ബാഡ് കമന്റ് വന്നിട്ടുണ്ട്, ഡിലീറ്റ് ആക്കുന്ന പറയുമ്പോഴായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഞാൻ രണ്ടെണ്ണം ആയിരിക്കും, പിന്നെ എനിക്ക് വേണ്ട അവിടെ നിൽക്കട്ടെ കമന്റ്. കാരണം എന്റെ ബാഡ് കമന്റ് ഇപ്പോൾ ഒരാൾ എനിക്ക് ഒരു തെറി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് അതേപോലെ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും, ഞാൻ ഡിലീറ്റ് ആക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ അത് അവരുടെ വീട്ടുകാരും കാണട്ടെ, ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ മൈൻഡ് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഡിലീറ്റ് ആക്കാറില്ല, അത് അതേപോലെ തന്നെ കിടക്കും എൻ്റെ അക്കൗണ്ടിൽ. അത്രയും മോശമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാറ്? എനിക്ക് പേഴ്സണൽ മെസ്സേജാ വരിക, അങ്ങനത്തെ മോശമായ ഇതൊക്കെ കമന്റ്സ് അല്ല, എനിക്ക് അധികം മെസ്സേജിലാ വരിക. ലേഡീസിന് വരുന്ന പോലെ തന്നെ എല്ലാ അങ്ങനത്തെ കമന്റ്സുകൾ തന്നെ വരിക. ഒറിജിനൽ ആണോ, കാണാൻ പറ്റുമോ, എന്താണ്, അങ്ങനെയൊക്കെയുള്ള. അതും ചെറിയ ചെറിയ കുട്ടികള്, ചെറിയ ചെറിയ പിള്ളേര്, 2K പിള്ളേര്,
ഞാൻ സീരിയസ്ലി പറയാണ് 2K കിഡ്സ് ഞാനൊക്കെ അവരെ ചേച്ചിയുടെ പ്രായം ഉണ്ടാവും, അമ്മ അവളെ പ്രായം ഉണ്ടാവും. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെ, ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, എത്രയാണ്, ഒന്ന് കാണാൻ പറ്റുമോ, നിങ്ങൾ കൊച്ചിയിലാണോ ഉള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് വരുമ്പോ ഇന്നലെ ഇപ്പൊ ആശി ഒരാൾക്ക് റിപ്ലൈ കൊടുത്ത് ഒരു ചെക്കിന് നല്ലോണം കൊടുത്ത ആശി. ഞാൻ കിച്ചണില് ഫുഡ് ഉണ്ടാക്കാൻ ആശി ഭയങ്കര എന്താ ആശി പ്രശ്നം, ആരാ പ്രശ്നം, അപ്പൊ നോക്കുമ്പോ ഇവ ഇങ്ങനത്തെ മെസ്സേജ് ഇട്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കണ്ടേ. എന്നിട്ട് അവസാനം ഞാനൊരു മെസ്സേജ് ആശി കുറേ അങ്ങ് പറഞ്ഞ ശേഷം ഞാൻ ഒരു കാര്യം പറ്റേ മോനെ, ഞാൻ നിന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവില്ല, ഈ ചേച്ചി പ്രായം, നീ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ കുട്ടി, എന്നിട്ട് ഞാൻ ലാസ്റ്റ് മെസ്സേജ് ആശി കുറച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കൊടുക്കണ്ടല്ലോ. പൊതുവെ അങ്ങനത്തെ കമന്റ്സ് ഞങ്ങൾ നോക്കിയിട്ട് അങ്ങ് ഒഴിവാക്കാറാണ്. ഇത് കുറച്ച് ഹെവി ടൈപ്പ് ആയതുകൊണ്ടാണ് ആശി റിപ്ലൈ കൊടുത്തത്. പൊന്നു സഖി എന്നുള്ള പാട്ടാണ് ഫേമസ്. പുതുതായിട്ട് എന്തെങ്കിലും എനിക്ക് പൊന്നുസഖിയുടെ കിട്ടിയ ആ ഒരു എക്സ്പോർട്സ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോഴും പുറത്തെവിടെയും പോകുമ്പോഴും കുട്ടികൾ പൊന്നുസഖി ആ ജാസി എന്നുള്ള പേര് മറന്ന് പൊന്നുസഖി എന്നാക്കി ഇപ്പോൾ ആൾക്കാർ. പക്ഷെ എനിക്ക് കുറെ ജാസി ഒരു ബർത്ത്ഡേ വിഷസ് പറയോ, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ, ബർത്ത്ഡേ വിഷസ് പറയോ, ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് പൊന്നുസഖി പറയോ, ഞാൻ എന്താ ചെയ്യാലോ, എനിക്ക് മെസ്സേജ് വരുമ്പോൾ ചെയ്തു കൊടുക്കും. കാരണം അത് അവരൊരു ഹാപ്പിനെസ് സന്തോഷമല്ലേ. കാരണം നമ്മളൊരാൾക്ക് സന്തോഷം കൊടുക്കുക, നമ്മളെ കൂടെ ഒരാൾക്ക് സന്തോഷം കിട്ടുക എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമില്ല. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി പൊന്നുസഖി മാറ്റിയിട്ട് വേറെ ഒരു പാട്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി പുതിയ ഏത് പാട്ട് പിടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഏത് പാട്ട്, അതേപോലെ ഒരു പാട്ട് കിട്ടണ്ടേ. ഇപ്പൊ മനസ്സിലൊരു പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും. മാപ്പിള സോങ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാം. ഇല്ല പൊന്നി ജീവിതം ഷഹനായി പാടി നൊമ്പരം, എൻ്റെ കളിമൺകൂരയും തോരുന്നു തോരാമാരിയിൽ, ജന്മത്തിലാദ്യം കിതാബിലെഴുതി എല്ലാമേ നീയും പെരിയോനെ, ഞാൻ അറിഞ്ഞില്ല എന്നെയും വിട്ട് നീ പോകുമെന്ന് ജീവനെ, കണ്ണുനീരും ബാക്കി തന്ന് പോയി മറിഞ്ഞു എനിക്കിനാവും, കണ്ണുനീരും ബാക്കി തന്ന് പോയി മറഞ്ഞോമലെ എൻ്റെ ഓമലെ, റബ്ബിയാ മന്നാൻ തുബ്തു യാ റഹ്മാൻ സാലൈനൈനി തുബ്തു യാ റഹ്മാൻ അസ്ഹലു ഫീ കുല്ലി ലൈ അൻഹശു ഫീ കുല്ലി ഹാലി അൻത ഐനാ യാ ഹബീബി അൻത യാ മൗലായ. ഭയങ്കര ഒരു ഉള്ളിലേക്കുന്ന ഒരു പാട്ടാ. മനസ്സിലെ ഇഷ്ടപ്പെട്ട പാട്ടാ. എനിക്ക് വിഷമം വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന പാട്ടാ. ആ പാട്ട് കേട്ടിട്ട് അങ്ങനെ കരയുന്ന പാട്ട് ഓഫ് ആകുമ്പോ വീണ്ടും കേട്ട് കരയും. സ്പോട്ടിഫൈയിലൊക്കെ പറയുന്ന പോലെയാണോ, വിഷമം വരുമ്പോ ഞാൻ ഒരു പാട്ട് കേൾക്കും, പക്ഷെ അതിനിടയിൽ പരസ്യം കയറി വരും. അല്ല, കുറെ പാട്ടുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഇൻസ്പയർ ചെയ്ത, ഞങ്ങളുടെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന കുറെ പാട്ടുകളുണ്ട്. അടുത്തൊരു പാട്ടാണ് കണ്ണീർപ്പാടം, സഖാവിന്റെ പാട്ട്, അതേപോലെ ഞങ്ങളെ വാവാമുല്ല സജീർ ഖാന്റെ വാവാമുല്ല സോങ്, ഇതൊക്കെ ഞങ്ങളുടെ ലൈഫില്. പിന്നെ അതേപോലെ ഓ നിനപ്പ് നെഞ്ചുക്കൾ നീ വരും, ആ പാട്ടും തമിഴ് സോങ് ഒക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ലിസ്റ്റിൽ പെട്ട പാട്ടുകളാണ്. നിങ്ങളുടെ ഈ ഒരു കപ്പിൾ ലൈഫ് ഒരു സിനിമയാക്കാൻ പറഞ്ഞ അത് ഏത് സിനിമയാക്കും? ഏതിലെ മുഷ്കില്? അയ്യോ, ഏതിലെ മുഷ്കില് അടിപൊളി. ആരായിരിക്കും? ഞാനോ? ഞാനതിൽ ഐശ്വര്യ റായ്, രൺബീർ. പറഞ്ഞാണോ രൺബീർ? ഒന്നാമത് ആഷിക്ക് എന്നെക്കാട്ടിയും ഏജ് കുറച്ച് കുറവാണ്. എന്റെ ഒരു 1.5 വയസ്സിന് ചെറുതാണ്. ചേച്ചിന്ന് വിളിക്കടാ. വീട്ടിലങ്ങനെ പറയാറുണ്ടോ ചേച്ചിന്ന് വിളിക്കടാന്നൊക്കെ? ഇല്ല, ഇടക്ക് പറയും. എന്നോട് കളിക്കരുത്, ഞാൻ നിന്നെ മൂത്തതാണ് പറയും ഇടക്കൊക്കെ തമാശക്ക്. നോർമലി ഞങ്ങളിപ്പോ കൊറേ ഞങ്ങൾ അങ്ങനെ എപ്പോഴും തല്ലുകൂടാറില്ല. ഞങ്ങള് കൊറേ ഒക്കെ ആയി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി നമുക്ക് തല്ല് കൂടിയാലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് മാഷാഅല്ലാഹ് ദൈവം സഹായിച്ച അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ. ആഷിയല്ല, ആഷി പണ്ട് നല്ല റൊമാൻറ്റിക് ആയിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കൂലേ? അപ്പൊ ആ ടെക്സ്റ്റ് അയച്ച് നമുക്ക് തിരിച്ച് റിപ്ലൈ അയക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ഒരു മടിയനാരാ? അത് എനിക്കായിരിക്കും. ആഷി റിപ്ലൈ ചെയ്യും. ആഷി ഇപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് തൊട്ടപ്പുറത്ത്, ഇപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്, വീടിന്റെ ഡോറ് തുറന്ന് അപ്പുറത്ത് എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അപ്പം
ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യും, വേഗം വായ പുറത്ത് ഒരു ആമ വന്നിട്ടില്ല. ഇന്നലെ അതായിരുന്നു അദ്ദേഹം പറയാൻ കാരണം. ഞാൻ വീട്ടിലിരുന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ റൂമിൽ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് എനിക്ക് ആഷിന്റെ ഇതിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഈ മഴയത്ത് വലിയ ആമ വരുമല്ലേ, ആമ ഫ്രണ്ടിൽ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്നിട്ട് അപ്പുറത്ത് ഫോണിലാണ് എനിക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്, വാട്സപ്പ് കോള്. നിങ്ങളിൽ ആരാ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നത് ആരാ? ഞാൻ. അപ്പൊ എന്താ ചെയ്യാ, സമാധാനിപ്പിക്കാൻ വേണ്ടി എന്താ പറയാ? സമാധാനിപ്പിക്കാൻ ഐസ്ക്രീം ഫ്രിഡ്ജ് ഒന്നും തുറന്നില്ല. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഇതാവും. പക്ഷെ ഞാൻ മറക്കും, പെട്ടെന്ന് എല്ലാം ഞാൻ മറക്കുന്ന ഒരു ടീം ഒരു. കാരണം എനിക്ക് അവരെന്നോട് ചെയ്തെല്ലാം ഞാൻ മറക്കും. പിന്നെ കണ്ടപ്പോൾ അവരോട് സംസാരിക്കും. എന്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ, ഞാൻ മറക്കത്തില്ല. അതെന്റെ ലൈഫ് കൊളാക്കിയ ആള്, ആ ഒരു സമയത്ത് ലൈഫ് കൊളാക്കിയത് അറിയാലോ, ആ ഒരാളെ മാത്രം. ഞാൻ വെറുപ്പാണോ അത്? വെറുപ്പില്ല, എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എനിക്ക് കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ വെടി വെച്ച് ദേഷ്യമാണ്. അത്രക്ക് എനിക്ക് ഇഷ്ടമല്ല അയാളെ, അയാളെ പേര് പോലും പറയാൻ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങളുടെ ലൈഫ് സിനിമയിൽ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞു. ആരുടെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം? ഫഹദ് ഫാസിലിന് ഇഷ്ടമാണ്. പിന്നെ ഏത് ഇതായാലും എനിക്ക് ഏതായാലും നല്ലൊരു ക്യാരക്ടർ വേഷം അത് ഒരുപാട് ത്രൂ ഔട്ട് സിനിമയിൽ വേണം. ചാൻസ് ചോദിക്കാറുണ്ടോ ഏതെങ്കിലും ഡയറക്ടറിന്? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല കുറച്ച് പ്രൊജക്ട് ഇതിൽ നിന്നൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ ഒക്കെ ഇഷ്ടപ്പെടാത്ത വേഷങ്ങളായതുകൊണ്ട് അങ്ങ് മാറിയെന്നുള്ളൂ. എനിക്ക് നല്ല ഒരുപാട് നല്ല എക്സ്പോസ് ആയിട്ടുള്ള വേഷം വേണമെന്നില്ല, എനിക്ക് ഉള്ളത് കുഞ്ഞൊരു വേഷമായാലും മതി. പക്ഷെ ആ സിനിമയില് ഒട്ടുമിക്ക അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വേഷത്തിന് ഒരു കുഞ്ഞൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ കഥാപാത്രം ആൾക്കാരെ മനസ്സിലിരിക്കണം, അത്രേ ഉള്ളൂ. ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഓഡീഷൻസ് കോളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ എങ്ങനെയാണ് ദുബായിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്? ദുബായിലേക്ക് ഇനിയിപ്പോ പോവാണെങ്കിൽ തന്നെ എന്റെ പാസ്പോർട്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു സ്ത്രീ ആയിട്ട് തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ നടക്കട്ടെ. നടക്കട്ടെ, നമ്മളീ പ്രാർത്ഥന ഒപ്പമുണ്ട്. അപ്പോ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയില് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല റീച്ചും കിട്ടുന്നുണ്ട്. പക്ഷെ ജാസിനെ പോലത്തെ ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, കമ്മിങ് ഔട്ട് ചെയ്യാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരു ബോധവൽക്കരണത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ടല്ലോ. കാരണം അവർക്ക് പേടിയായിരിക്കും, ഇത് പുറത്ത് പറയാൻ പേടിയായിരിക്കും, സമൂഹത്തിനെ പേടിയായിരിക്കും, ആരോടാണ് ഇത് പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറയുമ്പോ വീട്ടിൽ തന്നെ പറയണം, അമ്മനോട് പറയും. ഞാൻ ഫസ്റ്റ് എന്റെ ഉമ്മയോടാ പറഞ്ഞത്, അത് എന്റെ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പറയുമ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ ഉമ്മയോടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഈ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്, കുറെ ആൺകുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ മതി, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ജിമ്മിന് പോയോ, ക്രിക്കറ്റ് കളിച്ചോ, ഫുട്ബോൾ, അപ്പൊ മാറും, നീ പെൺകുട്ടിയുടെ കൂടെ ഉള്ള ഇത് ഫ്രണ്ട്ഷിപ്പ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതല്ല, ഇതൊരു ജനറ്റിക് പ്രോബ്ലം അല്ല, ഇത് നമ്മള് ലൈഫിൽ നമ്മുടെ ഒരു നമ്മൾ ജനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഫീലാണ്. അപ്പൊ അത് അങ്ങനെയാന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഇപ്പൊ ഉമ്മ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരുടെ ഒരു റിയാക്ഷൻ? സിസ്റ്റേഴ്സിന്റെ ഹസ്ബൻഡ്സ്, ഒരാളെ ഹസ്ബൻഡ് അക്സെപ്റ്റഡ് അല്ല, നമ്മൾ ശരിക്കും ആരും ഈ ഒരു ഐഡന്റിറ്റിയിൽ ജനിക്കുന്നവരല്ല, ദൈവമാണ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചത്. ചിലരങ്ങനെ ആവുന്നുണ്ട്, ചിലർ ഇങ്ങനെ ആവുന്നുണ്ട്, അത് ആരെയും കുറ്റമല്ല. പക്ഷെ ചില ആളുകളുടെ ഒക്കെ കമന്റ്സ് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ജനിച്ചു പോയെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഈ ഇന്റർവ്യൂല് പറയാണ്, എനിക്ക് സ്ത്രീയായി ജനിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയല്ല ഞാൻ. ഇപ്പൊ ഞാൻ ജനിച്ചത് പുരുഷനായിട്ടാണ്, എനിക്ക് ദൈവം പുരുഷനായിട്ടുള്ള പോലെ തന്നെ എനിക്ക് പെണ്ണാവാൻ ഇഷ്ടം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പെണ്ണത്തുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ കമോട്ട് ചെയ്ത് ഞാൻ സ്ത്രീയായി മാറുന്നത്. എനിക്ക് ഒരു പെണ്ണായി ജനിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പുരുഷനാണെങ്കിൽ പുരുഷനായിട്ട് മാത്രം, സ്ത്രീ ആണെങ്കിൽ സ്ത്രീയായിട്ട് മാത്രം. ഈ രണ്ടിന്റെ ഉള്ളിൽ കിടന്നുള്ള ജന്മം ഉണ്ടല്ലോ, അത് തരരുത്. ഇനിയിപ്പോ അടുത്ത ജന്മത്തില് ഇതേപോലത്തെ ജന്മം വേണമെന്ന് വെച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരു ഒന്നെങ്കിൽ ഒരാണ്, പൂർണ്ണതയുള്ള ഒരാണ്, അല്ലെങ്കിൽ ഒരു അപൂർണതയുള്ള ഒരു പെണ്ണ്. ഈ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു മനസ്സ് തന്നിട്ട് പരീക്ഷിക്കല്ലേ ദൈവം എന്നുള്ളത്. അത് അനുഭവിച്ച് ആ ഒരു വിഷമത്തിലൂടെ കടന്നു വരുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. എല്ലാവരും പറയും, എന്ത് സിമ്പിളായിട്ട് പറയാം, 9 ചാന്തുപൊട്ട് കൊണ്ട് അല്ലെങ്കിൽ കോൽക്കളിക്കാരൻ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവും. അല്ലെങ്കിൽ ദൈവം എനിക്ക് ഒരു കണ്ണ് ഇല്ലാതെ ജനിപ്പിച്ചോട്ടെ, കൈ വേണ്ട, കാല് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഊമ ആയിക്കോട്ടെ, ഞാൻ കുഴപ്പമില്ല. അവരുടെയൊക്കെ എല്ലാവർക്കും സഹതാപമാണ്. കാരണം ഒരു കണ്ണില്ലാതെ വിട്ടിട്ട് കാഴ്ചയില്ല, പാവല്ലേ, അല്ലെങ്കിൽ ഊമയാണല്ലേ, പാവല്ലേ, അല്ലെങ്കിൽ കൈയില്ല.
എനിക്ക് അങ്ങനെ ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഈ ഒരു ജന്മം വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നാറുണ്ട്. അത്രയധികം വിഷമിച്ചിട്ടുണ്ട്. അതല്ല, ഈ എന്നെ പോലെ ജനിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ ആ വേദന ഉണ്ടാവും. കാരണം നമ്മൾ ആരും ഒരു പെണ്ണാവണം എന്നൊരു ആഗ്രഹത്തിന് വന്നതൊന്നുമല്ല. നമ്മുടെ ഈ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു നമ്മുടെ മനസ്സ് മുഴുവൻ കൂടുതലും ഒരു 100% എടുക്കുമ്പോൾ അതൊരു 75% ഒരു 80% നമ്മൾ പെണ്ണിന്റെ മനസ്സായതുകൊണ്ട് നമുക്ക് ആണിലേക്ക് പോകാൻ പറ്റാത്തൊരു വിഷമമാണ്. ഇപ്പൊ ആശി ഒരു ആണാണ്, ആശി നാളെ സാരി ചുറ്റി നടക്കൂ? ഇല്ല, ആണുങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ആണുങ്ങൾ എപ്പോഴും ആണുങ്ങളെ ഒരു പവർ അല്ല, പെണ്ണുങ്ങളാകുമ്പോഴാണ് ഒരു സാരി ഒക്കെ എടുത്ത് നടക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പക്ക ആണാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചുരിദാറിട്ടുള്ള സാരി എടുത്തോ ഞാൻ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങും? ഒരിക്കലും ഇറങ്ങത്തില്ല. അത് നാണക്കേടല്ലേ. നമ്മുടെ ഉള്ളിൽ സ്ത്രീ ഉള്ളതുകൊണ്ടല്ല നമ്മൾ ആ ഒരു ശൈലിയിലേക്ക് മാറുന്നത്. അപ്പൊ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആയിട്ട് ജനിക്കരുത്. നേരത്തെ ഉമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, ഉമ്മ സപ്പോർട്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നു ഉപ്പ മരിച്ചപ്പോഴാണ് കം ഔട്ട് പേടിയായിരുന്നു എനിക്ക് പറയാൻ. എങ്ങനെയായിരുന്നു ഉപ്പയും ജാസിയും തമ്മിലുള്ള ഒരു നല്ല ബോണ്ടായിരുന്നു. ഉപ്പ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പാവാണ്. പക്ഷെ എനിക്ക് എന്റെ ഉപ്പാനെ ഭയങ്കര റെസ്പെക്ട് ആൻഡ് പേടിയുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കായിരുന്നു. ഒരു മാർക്ക് കുറഞ്ഞ കാരണം എനിക്കറിയാം എൻ്റെ ഉപ്പ ഒരു സാധാരണ ജോലിക്കാരനാണ്, ഒരു ടാക്സി ഡ്രൈവറാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. ഞാൻ പഠിക്കണം, എനിക്കൊരു എന്തെങ്കിലും ആയി തീരണം, അവരെ നോക്കണം. ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ 10th പഠിക്കുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കുള്ള ഫീസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള തടത്തിൽ ഫാബ്രിക്സ് ഒരു ഷോപ്പിൽ പോയി ഞാൻ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. വളാഞ്ചേരി സ്വാഗതിന് ഹോട്ടലിൽ കിച്ചണിൽ ഞാൻ പാത്രം വാഷ് ചെയ്തിട്ട് ജോലിക്ക് നിന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ ചെറിയ കുട്ടികളെ എൻ്റെ വീട്ടിൽ അതായത് എൻ്റെ നാട്ടിലെ കുഞ്ഞു കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ട്യൂഷൻ ഫീസ് 200 രൂപ കിട്ടത്തുള്ളൂ. പക്ഷെ ആ 200 രൂപ എനിക്ക് വലിയ സംഭവമാണ്. അതേപോലെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാം. അത് മെഹന്തി അറിയാം. അപ്പോൾ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കും. ഒരു 2 കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്താൽ ഒരു 500 രൂപ കിട്ടും. അതേപോലെ മേക്കപ്പിന് ഞാൻ പോകും, മേക്കപ്പ് ഒരുക്കാൻ വേണ്ടി പോകും. അന്നും എനിക്ക് ഒരു മേക്കപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു 3000 രൂപ 4000 രൂപ കിട്ടും. അതൊക്കെ വലിയ സംഭവമാണ്, വലിയ ഏണിംഗ് ആണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. എൻ്റെ അന്ന് ഞാൻ ബാങ്ക് ഒന്നും എനിക്ക് അറിയൂല. അന്ന് കിട്ടുന്ന പേയ്മെന്റ് ഇങ്ങനെ 100 അത് 1000 ആയി ഞാൻ ക്ലിക്ക് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബുക്കിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കും, ഡയറിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 35,000 രൂപ എൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എഴുതി വെക്കും, ഇന്ന് 1000 കിട്ടി, അപ്പോൾ ഇങ്ങനെ 35,000 അങ്ങനെ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്വരൂപിച്ച് ഞാൻ വെക്കുമായിരുന്നു ക്യാഷ്. ഉപ്പയായിട്ട് പേടി ഉള്ളതുകൊണ്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു. ഉപ്പാട് പറഞ്ഞ ഉപ്പ സമൂഹത്തിൽ ആണാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാരാണ്. ഉപ്പ കഴിഞ്ഞ മുമ്പേ ഓൾറെഡി ആൾക്കാർ പറഞ്ഞത് എന്താണ് അഷ്റഫ് നിന്റെ മോർണിംഗ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടാവുമല്ലോ. കാരണം അവർ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്, ഉമ്മാനെ പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് കുറച്ചും കൂടെ കാരണം സ്കൂളിൽ ഞാൻ പോകുന്നത് ആ വഴിയാണ്, ഉപ്പാന ടാക്സി ഓടുന്ന ഷെഡൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞാൻ പെൺകുട്ടികളെ കൂടെ വരുമ്പോഴൊക്കെ അവർ കാണുമല്ലോ. അപ്പൊ പറയില്ല എന്താ എൻ്റെ മോർണിംഗ് ഇങ്ങനെ പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നത്, എന്താ പെണ്ണുങ്ങളെ പോലെ. അപ്പൊ വീട്ടിൽ വന്ന് ഉപ്പ ചോദിക്കാറുണ്ട്, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞതൊക്കെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, നീ എന്താ ആളുകളെ പോലെ നടന്നാലെന്ന് എനിക്ക് ഇതിന്റെ പെണ്ണുങ്ങളെ കൂടെ നടക്കണതൊക്കെ അങ്ങനെയൊക്കെ ഇത് കിട്ടും. അപ്പൊ ആ ഒരു പേടി ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയായിരുന്നു. എങ്ങനെ വഴക്കിട്ടിട്ടായിരുന്നോ ചോദിച്ചു ഉപ്പ? അല്ലെങ്കിൽ വഴക്കും ഇടക്ക് ചീത്ത പറയാറുണ്ട്. അഫ്കോഴ്സ് അത് അവർ നന്നാവണം. നമ്മുടെ മക്കളെ നമ്മൾ ചീത്ത പറയുന്നതും നമ്മൾ അടിക്കുന്നതും അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒരു മക്കളെ എൻ്റെ അഭിപ്രായത്തിൽ അടിക്കണം തന്നെ ഞാൻ പറയുള്ളൂ. അടിക്കണം, അടിച്ചിട്ട് വളർത്തണം. എന്താ അടിക്കാണ്ട് തള്ള ചവിട്ടിയാൽ പിള്ള ചാവില്ല എന്ന് പറയാം. അമ്മക്ക് അറിയാം ഒരു മോനെ അടിക്കുമ്പോൾ അമ്മക്ക് അറിയാം എത്രത്തോളം ഇത് ആഘാതത്തിൽ വീഴും, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു അടി അവന് കിട്ടും എന്നുള്ളത് അമ്മക്ക് അറിയാം. ആ ലെവലിലേക്ക് അമ്മ അടിക്കുള്ളൂ. അച്ഛന്മാരാണെങ്കിലും ആ ലെവലിലേക്ക് അടിക്കുള്ളൂ. മക്കളാവുമ്പോൾ അടിച്ച് വളർത്തുന്നതിന് ഞാൻ പറയത്തുള്ളൂ. കാരണം അടിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടിക്കണം. ഇപ്പോ എന്താ ഒരു കുട്ടി ലഹരി യൂസ് ചെയ്യുന്നുണ്ട്, അടിക്കണം. അച്ഛനും അമ്മയാണെങ്കിൽ അടിച്ച് വളർത്തണം. അത് യൂസ് ചെയ്യാൻ പാടില്ല. പണ്ടുള്ള ആൾക്കാർക്ക് പേടി ഉണ്ടായിരുന്നു, എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഒരു 8 മണി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കളിയെല്ലാം കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിൽ കാല് കഴുകി വീട്ടിലിരിക്കണം, പഠിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടും, ചീത്ത കേൾക്കും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ സമയം കറക്റ്റ് ആ സമയം ആകുമ്പോൾ വീട്ടിൽ വന്ന് ബുക്ക് വായിക്കും ഞാൻ. കാരണം എനിക്ക് പേടിയാണ്. കാരണം ഉപ്പ് വരുന്ന ടൈം അറിയാം. ഉപ്പ് ആ സമയത്ത് ആകുമ്പോൾ 8 മണിയാകുമ്പോൾ ഉപ്പ് വീട്ടിലെത്തും, പഴകുമ്പോൾ വീട്ടിലെത്തണം എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു പേടിയുണ്ട്. അതൊരു പേടിയാണ്. അയ്യോ അങ്ങനത്തെ പേടിയല്ല, ഒരു ബഹുമാനമുള്ളൊരു പേടിയാണ്, റെസ്പെക്ട് കൊടുക്കുന്ന ഒരു പേടിയാണ്. അത് വേണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത കാര്യം, അത് വേണം. അതാണ് നേരത്തെ പറഞ്ഞു ഈ ഉപ്പയുടെ മരണത്തിന് ശേഷമാണ് കമ്മിങ് ഔട്ട് നടത്തിയതെന്ന്. ചിലപ്പോ ഉപ്പ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ജാസി ഇപ്പോ ഈ രീതിയിലായി, ഉപ്പ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും എൻ്റെ ഉപ്പ അംഗീകരിക്കില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്, മോളെ എന്നല്ല വിളിക്കുന്നത്.
അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ പക്കാ ഒരു നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അവർക്കൊന്നും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണ്, ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് അറിയാലോ അവരെ എത്രത്തോളം അവർ ഉള്ളത്. എൻ്റെ ഉമ്മക്ക് പണ്ടത്തെ 10ാം ക്ലാസ്സാണ്, പക്ഷെ എങ്കിൽ പോലും അവർക്ക് അത് അറിയത്തില്ല എന്താണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ ഇവരൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇത്രയും വൈറലായതും ഇത്രയും അംഗീകാരങ്ങൾ വന്നതും ഇത്രത്തോളം ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. മുമ്പൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ പറയും പെണ്ണുകളെ പോലെ നടക്കുന്ന പെൺകൂസന അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ജാസി എപ്പോഴെങ്കിലും ആഷിന്റെ ഫാമിലിനെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആഷിയുടെ ഉമ്മ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മാൻ്റെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ശേഷം ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും വിളിച്ചിട്ടും എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അത് ഓക്കെയാണ്. കാരണം ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കുള്ളൂ, അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം നല്ലൊരു മോന്, നല്ലൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവന്റെ ഒരു കുട്ടി, അവന്റെ കുട്ടിനെ താലോലിക്കണം, അല്ല അവന്റെ കുട്ടിനെ കാണണം, എന്റെ ആഷിയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അറിയാലോ, അപ്പൊ ആഷി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒരു മൊഞ്ചൊരു കുട്ടിനെ കിട്ടത്തില്ലേ അവന്റെ ഉമ്മാക്ക്. അപ്പൊ എനിക്കറിയാം. അയ്യോ പറയുക സങ്കടം. എനിക്കറിയാം അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തിൽ, എനിക്കറിയാം. അപ്പൊ അവന്റെ ഉമ്മാന്റെ ഒരു ഫീലിങ്സ്, വിഷമം എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് എനിക്കറിയാലോ. അപ്പൊ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും. ഇത് ഈ ഒരു കാര്യം ആലോചിച്ച് ഇമോഷണൽ ആവാറുണ്ടോ എപ്പോഴും? എനിക്ക് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാനും ആശും പറയും. സംസാരിക്കാറില്ല. ഞാൻ ഒന്നാമത് ഞാൻ ആശിനെ കാണുന്നത് എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ്. കാരണം അത്രയും കുറുമ്പാണ് ഇടക്ക്. പിന്നെ അതല്ലാണ്ട് ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങളെ പ്രൈവറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പൊ ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും, എൻ്റെ കളർ കിട്ടണം, നിന്റെ മൂക്ക് വേണം, നിന്റെ കണ്ണ് വേണം, നിന്റെ ചുണ്ട് വേണം, നിന്റെ ഹെയർ കിട്ടണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പോലെ ഉണ്ടാവില്ല, കാണാൻ നല്ല രസം, അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്ന് പറയാം. ഞാൻ ഇപ്പം ഭാവിയിൽ ഒരു കുട്ടീനെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച്, അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കാൻ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. വേറെയുള്ള വഴിയിലൂടെയുള്ള ഇതല്ല അഡോപ്ഷൻ. കാരണം നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അത് ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ? പച്ചുവിന്റെ അമ്മയില് ഉർവശി ചേച്ചിനെ പോലെ. അതൊക്കെ എനിക്കിഷ്ടം. നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസിനെ നമ്മൾ കണ്ടു. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ്? എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ജാസി ഞാൻ പറയാം എല്ലാം ശരിയാവും ജാസി. അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നം. ഞാൻ ജാസിനേല് ഈ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ ആശി നീ ശരിക്ക് സീനാണ്, എല്ലാവർക്കും നീ ഇഷ്ടമില്ലാണ്ടാവും, പിന്നെ നീ ഒരു നിനക്ക് ലൈഫ് വരും. അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല, എല്ലാം പറയാണ്ടിരിക്കും. ഞങ്ങൾ ഫസ്റ്റേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ, എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പിന്നീട് ഇങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഇപ്പം അങ്ങനെ സങ്കടങ്ങൾ തോന്നാറില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല ഒന്നാമത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു ട്രോള് ഞാൻ കണ്ടു, ഇത് ജാസിയാണോ ഇത് ആലിയ ഭട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒരു അവാർഡ് ഷോ ഒക്കെ പോയ സമയത്ത്. ഓക്കെ, മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു, ഒരു പാർലർ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കോസ്റ്റ്യൂം എപ്പോഴും നല്ല അഭിപ്രായമാണ് എൻ്റെ കോസ്റ്റ്യൂംസിനും. ടച്ച്വുഡ്, അത് ഭയങ്കര സന്തോഷം. എന്താണ് ഇപ്പൊ ജാസിനെ പോലത്തെ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ത്രീ ആവാനാണോ ഇഷ്ടം, നമുക്ക് സാരി എടുക്കാനാണോ ഇഷ്ടം, നമുക്ക് ചുരിദാർ എടുക്കാനാണോ ഇഷ്ടം, നമ്മൾ പുറത്തേക്ക് വരിക, പറയുക, അവരോട് പറയുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വിദ്യാഭ്യാസം കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കമ്മൗട്ട് ചെയ്യുക. കമ്മൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾ മുന്നേറി പോവുക. ആഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ജാസിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു റിപ്ലൈ. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എനിക്ക് എൻ്റെ ഇതായിട്ട് മുന്നോട്ട് പോലെ അല്ലാണ്ട് മുഖംമൂടിയാണെങ്കിൽ എനിക്ക് തിരിച്ചല്ല.
ഞാൻ ജെന്യൂൻ പേഴ്സണൽ അതുകൊണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ശരി നമ്മള് അങ്ങനെ ഒരു ഒരാളുടെ ഇപ്പോൾ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാ അങ്ങനെയല്ല ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ കമ്മിങ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹപ്പെടുന്നില്ലേ? അതായത് ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ്ട് ആളുകൾ വരട്ടെ എന്ന്. റീസെന്റ് ആയിട്ട് മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ നാദിറ മെഹറിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ട്രാൻസ് വ്യക്തി അതിൽ അഭിനയിച്ചതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു സിനിമ ബാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് നാദിർ അഭിനയിച്ചതുകൊണ്ടാണ് ആ സിനിമ ബാൻ ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒന്നാമത് പുറത്തെ കൺട്രി, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ UAE പോലത്തെ GCC കൺട്രികളിൽ ട്രാൻസ് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മുടെ നാദരുടെ വിഷയമല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ കാതൽ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച കാതൽ സിനിമ അവിടെ ബാൻ ആയിരുന്നു. കാരണം അതിൽ പറയുന്നത് ഒരു സ്റ്റോറി ലൈൻ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ സ്റ്റോറികൾ അവിടെ എടുക്കത്തില്ല. പക്ഷെ മാറ്റങ്ങൾ വരും, ഉറപ്പായിട്ടും മാറും. കാരണം കാലങ്ങളല്ലേ, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ഇപ്പൊ അടുത്താണ് അവിടെ മറ്റേ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അംഗീകരിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് ഭയങ്കര അഭിമാനമാണ് നാദിറ അതിൽ അഭിനയിച്ചത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അഭിനയിക്കുന്നു. അതേപോലെ ഇനി ഒരുപാട് പേര് വരും. ഇപ്പൊ ശ്രുതി സിത്താര മിസ് ഗ്ലോബൽ ഇതായി. അതുപോലെ ഒരുപാട് പേർക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നു. ഒരുപാട് പേര് നല്ല നല്ല അച്ചീവ്മെന്റ് നേടുന്നു. ഇപ്പൊ ഹേദിയൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് ഒക്കെ നേടുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഇടയ്ക്ക് തോന്നാറുണ്ടോ കേരളത്തിൽ ജനിച്ചത് കുറച്ചുകൂടെ നന്നായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അല്ല, അതിനൊക്കെ ഉപരി കേരളത്തിൽ ജനിച്ചത് ഭയങ്കര അഭിമാനം. ഇന്ത്യക്കാരി ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, ഒരുപാട് അഭിമാനിക്കണം. ജയ് ഹിന്ദ്. കേരളത്തിൽ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് നല്ല സ്നേഹം തരുന്ന ആൾക്കാർ, അത് മലപ്പുറത്ത് ജനിച്ചത് വലിയ സന്തോഷം. നല്ല ആൾക്കാർ, സന്തോഷം. ഇപ്പോ മലപ്പുറത്ത് ജനിച്ച ഒരാള് ഇപ്പോ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, അത് ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരാൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഒരാൾ കളിയാക്കിയാലും മിണ്ടാട്. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇത് ഞങ്ങൾ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് എവിടുന്ന ഈ ധൈര്യം വന്നത്? എന്റെ ഫ്രണ്ട്സ് പറയും, എനിക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയെന്നൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സഞ്ചരിച്ച ആ ഒരു ഏരിയ ഒരു ഇതായിരിക്കാം, അപ്പൊ വന്ന വഴിയിലായിരിക്കാം. ആ വഴിയിലൂടെ ഒരുപാട് പേര് കല്ലെറിഞ്ഞ് മുള്ളെറിഞ്ഞ്. പക്ഷെ എനിക്ക് അതിന് കിട്ടിയ ഒരു പ്രചോദനമായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഞാൻ തളരാറില്ല, വിഷമിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് തേടി ഞാൻ അങ്ങനെ പോകും. ഇപ്പൊ ലൈഫിൽ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. മാഷാഅല്ലാഹ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ലൈക്ക് എന്താണ് ട്രാൻസ് അല്ലാണ്ട് എനിക്ക് ജാസി എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരും കോപ്പി? ഓ, എന്റെ ഫ്രണ്ട് കീക്കി പറയും ഇതേപോലെ, നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടതെന്ന്. അതെ, സെൽഫ് ലവ് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു സംഭവം. നമ്മൾ ആദ്യം അത് എന്നോട് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ കീക്കി, എൻ്റെ ഫ്രണ്ട് റുക്സാന, ദുബായിലെ. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഫോർ എവർ ആണ് എനിക്ക് അവള്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കീക്കി. അപ്പൊ അവളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്, നീ വിഷമിക്കില്ല, ആദ്യം നീ നിന്നെ കാണ്, നീ നിന്നെ പഠിക്ക്, നീ നിന്നെ റെസ്പെക്ട് ചെയ്യും, നീ നിന്നെ സ്നേഹിക്ക്, നീ നിന്നെ സ്നേഹിച്ചാൽ ബാക്കിയുള്ള എല്ലാം നടക്കും. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവള് പറഞ്ഞു തുടങ്ങിയതാ. അവളാണ് പറഞ്ഞത്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നാട്ടിലല്ലേ, യൂട്യൂബ് ചാനൽ നന്നായിട്ട് ക്ലിക്കാവും, തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഞങ്ങൾ യൂട്യൂബ് ചാനൽ. മാഷാ നല്ല ക്ലിക്കായി, ഒരുപാട് ഫോളോവേഴ്സ് കിട്ടി, ഒരുപാട് സ്നേഹങ്ങൾ കിട്ടി, സന്തോഷം. ഈ ഒരു സമയത്ത് നമുക്ക് ചായ കുടിക്കുന്ന സമയമാണ്. അപ്പോ നമ്മൾ പലഹാരം ചായന്റെ കൂടെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആശീൻ്റെ അടുത്ത് പറയണത്, ജാസീനെ ഒരു പലഹാരമായി ഉപമിക്കാൻ പറഞ്ഞാൽ ഏത് പലഹാരമായിരിക്കും? അത് എന്തുകൊണ്ടെന്ന് കൂടെ പറയണം. എന്നെ ഒരു ചായക്കടി പോലെ നീ ഇതാക്കണം, കാണണം. അപ്പൊ നീ ഏത് ചട്ടിപ്പത്തിരിയോ? ചട്ടിപ്പത്തിരി ലെയറിൽ എല്ലാം ഉണ്ടല്ലോ അതില്. ചട്ടിപ്പത്തിരി ആകുമ്പോൾ ഒരു ലെയറില് ഇത്, അടുത്ത ലെയറില് മസാല, അടുത്ത ലെയറില് എന്ത് ചിക്കനോ ബീഫോ അങ്ങനെ. ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ആയിപ്പോ കേട്ടോ. തിരിച്ചാണെങ്കിലോ പഴംപൊരി. രതീഷ് അല്ല കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മണിക്കൂറിൽ നമ്മൾ സംസാരിച്ച ഏറ്റവും വലിയ കൗണ്ടർ ആയിരുന്നു. അല്ല, എനിക്ക് പേഴ്സണലി ആഷിന് എനിക്ക് എന്റെ ഫേവററ്റ് പഴംപൊരിയാണ്. എനിക്ക് ഞാൻ എവിടെ പോയാലും ഏത് സമയത്തും കിട്ടിയാലും കഴിക്കുന്ന ഒരു
പലഹാരം പഴംപൊരിയാണ്. ഞാൻ വീട്ടിൽ ഒരുപാട് വട്ടം ഉണ്ടാക്കില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന പലഹാരം പഴംപൊരിയാണ്. നല്ല പഴുത്ത പഴം നല്ല മാവിൽ മുക്കിയിട്ട് കുറച്ച് ആ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. പഴംപൊരി പൊരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൂട്ടുണ്ടല്ലോ, ലൈക്ക് മൈദ കൂട്ട്, ആ കൂട്ടിൽ കുറച്ച് കരിഞ്ജീരകവും കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് നിങ്ങൾ അതിൽ പഴംപൊരി പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഫാനായി മാറും. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല ജീരകവും കരിഞ്ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ആ മാവിൽ മുക്കി പൊരിക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്, സ്നാക്സ് ആണ് പഴംപൊരി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പഴംപൊരി എന്ന് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ ഈ മൂഡ് ഔട്ട് ആയിട്ടൊക്കെ? അല്ല, ആഷി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഷിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും. കാരണം ആഷി ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യിപ്പിക്കും നമ്മളെ. ഭയങ്കര രസമാണ് ആഷിന്റെ തമാശകള്. ഇടയ്ക്ക് ഞാൻ തന്നെ ഫോൺ നോക്കുന്ന സമയത്ത് ചുമ്മാ ആഷിനെ കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ആഷിന്റെ ഓരോ തമാശകള്, ഓരോ മൂവ്മെന്റുകള്, ഓരോ കാട്ടിക്കൂട്ടില് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആഷിനെ കുറെ നോക്കിയിരിക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി നിങ്ങളെ പാർട്ട്ണറെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ ഇമോജീസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇമോജീസ്, അതൊരു 3 ഇമോജീസ് ആഷിനെ കുറിച്ച്. ആഷിന്റെ ഇമോജി എന്ന് പറയുന്നത് മറ്റേ ഗ്ലാസ് വെച്ചിട്ട് ഇമോജി ഇല്ലേ, അതാണ് ആഷിന്റെ ഫേവറേറ്റ് ഇമോജി. പിന്നെ ഈഗിള്. അല്ല, ഇവരെ അയക്കുന്ന ഇമോജി അല്ല, അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് ഇമോജിയാ തോന്നുന്നത്? ആഷിനെ എനിക്ക് ആ ഗ്ലാസ് വെക്കണ ഇമോജി. കാരണം ആഷി രാത്രിയിലും ഗ്ലാസ് വെച്ച് ഇറങ്ങുന്ന വ്യക്തിയാണ്. ഇന്നെന്തോ ഞാൻ ഗ്ലാസ് ഉറങ്ങുമ്പോഴും ഗ്ലാസ് അല്ല, ആഷി ഫുൾ ഗ്ലാസ് ഭയങ്കര കുറെ ഷെയ്ഡ് ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ്സിന്റെ കുറെ കളക്ഷൻസ് ആഷിയുടെ അടുത്തുണ്ട്. അപ്പോൾ ആഷി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഷെയ്ഡ്സ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇമോജിയാണ് അധികം അവനിങ്ങനെ അവന്റെ ബയോയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ഇമോജി ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് പെട്ടെന്ന് ഇമോജി പറയുമ്പോൾ എനിക്ക് ആ ഇമോജി പെട്ടെന്ന് ഓർമ്മ ആഷിയുടെ ഇമോജി. വേറൊരു കൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഇമോജില്ലേ, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇങ്ങനെ അത്രയും ചിരിച്ച് കള്ളിന്ന് വെള്ളം പോകുന്ന അതും ആ ഇമോജി. തിരിച്ചു പറയാൻ പറഞ്ഞാലോ, തിരിച്ചൊരു സ്റ്റിക്കർ ഉണ്ട്, ഞാൻ കുറെ സ്റ്റിക്കറാ. ഏതാണത്? ഞാൻ ഓടി വരുന്നതാണോ? അതിന്റെ പൊന്നുപോലെ ഇപ്പൊ പറഞ്ഞത് ആ ഇമോജി ആട്ടോ. ഞാൻ ഓടി വന്നിട്ട് അങ്ങനെ ഓടുന്നില്ല ഒരു ഇമോജി. എൻ്റെ ഒരു വീഡിയോ പണ്ട് ഭയങ്കര വൈറലായിരുന്നു. ദുബായിലെ സമയത്ത് ഞാൻ ഓടി വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓടുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് പിന്നെ കുറെ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ആ സ്റ്റിക്കേഴ്സ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ എടുത്ത് തരും. എനിക്ക് എന്റെ പേര് കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. കാണുമ്പോ ഇപ്പൊ ചിരിക്കാറുണ്ടോ? എനിക്ക് ചിരി വരും. ആ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ ചിരി വരും. ആ അക്കൗണ്ട് പോയല്ലോ, എന്റെ പണ്ടത്തെ ഇൻസ്റ്റാ അക്കൗണ്ട് പോയല്ലോ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ എപ്പോ എവിടെയെങ്കിലും ഇങ്ങനെ ട്രോള് വരുമ്പോ അങ്ങനെ എനിക്ക് ചിരി വരും. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിഞ്ച് ആരാണ്? അതായത് നമ്മൾ പറയില്ലേ ക്രിഞ്ച് കപ്പിൾ, എപ്പോഴും മുത്തി പൊന്നി ചക്കരി എന്നൊക്കെ വിളിക്കില്ലേ? രണ്ടാൾ വിളിക്കാറില്ല അങ്ങനെ. പൈങ്കിളി അല്ല. ഞങ്ങൾ നോർമലി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാ പോടാ അങ്ങനെ വിളിക്കും. ഇടക്ക് ഞാൻ എപ്പോഴേലൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുമ്പോ ചുറ്റുമണി അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയില്ലേ, അങ്ങനെയൊക്കെ ചുമ്മാ. ഇല്ല, ആഷി തീരെ പൈങ്കിളിയല്ല, തീരെ റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് ആയിരുന്നു പണ്ടൊക്കെ, പക്ഷെ നല്ല പൈങ്കിളി ആയിട്ടൊന്നും പറയത്തില്ല. ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ആണുകളാകുമ്പോ ഒരു ആണത്തം. അപ്പൊ ജാസി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ഇപ്പൊ നല്ല റൊമാൻറ്റിക്കാ. പണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ആ സമയത്ത് ഇവൻ റൊമാൻറ്റിക് ആയിരുന്നു. ഇപ്പൊ ഞാൻ റൊമാൻറ്റിക് ആയപ്പോ ആഷി ഭയങ്കര ബിസി ആയി പോയി. ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറഞ്ഞ റൊട്ടീൻ എങ്ങനെയൊക്കെയാണ്? മറ്റേ ഇവര് പറഞ്ഞ പോലെ എനിക്കും ഫുഡ് കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എനിക്ക് അങ്ങനെയല്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പൊ ഷൂട്ടൊക്കെ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആഷി ചിലപ്പോൾ ടോയ്ലറ്റ് വൃത്തിയാക്കും, ഞാൻ കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കും. പിന്നെ ആഷി ഫാനും കാര്യങ്ങളൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അങ്ങനെ വീട്ടിലുള്ള സമയത്ത് പിന്നെ 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചന്ദനത്തിരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബഹൂറ് കത്തിച്ച് ആ ഒരു ടൈം. ലൈക്ക് ഞങ്ങളുടെ സമയത്ത് മുസ്ലിംസ് പറയും മഗ്‌രിബിന്റെ സമയത്ത് മരിച്ച ആൾക്കാർ പോലും എണീറ്റ് നിൽക്കുന്ന ടൈമാണെന്ന് പറയും. എണീറ്റ് ഇരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മൾ കിടക്കില്ല, ഭയങ്കര ഇതാണ് ആ സമയത്ത് കിടന്നാൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എവിടെയാണെങ്കിലും വീട്ടിലെത്തണം. ആ സമയത്തിന് മുമ്പ് വീട്ടിലെത്തണം. വീട്ടിൽ നല്ല ബഹൂറ് കത്തിച്ച് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് ആ സ്മെല്ല് ഭയങ്കര ഒരു ഭക്തി നിർഭരമായ ഒരു സമയം. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നിസ്കരിക്കും. പൊട്ട് വെച്ച് നോക്കണ്ട, ഞാൻ നിസ്കരിക്കാറുണ്ട്. അല്ല, അത് പ്രശ്നമാണ്. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ കൊറ്റത്ത് വിളക്കെടുക്കാണ്ട് പോയപ്പോൾ ഞാൻ ബീഫ് കഴിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാരാണ്.
ഞാൻ ഒന്നാമത് ബീഫ് ഇപ്പോൾ കുറേ ആയിട്ട് കഴിക്കാറില്ല. ഒന്നുമല്ല, എനിക്ക് ഒരു അലർജിക്ക് അതിൻ്റെ സ്കിന്ന്. അപ്പം അതിന് എനിക്ക് പേടിയാണ്, കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അലർജിക്ക് ആവും എന്നുള്ള പേടിയുണ്ട് അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ അതൊക്കെ ഒരാളൊരു സ്വാതന്ത്ര്യമല്ലേ പൊട്ട് വെക്കുക എന്നുള്ളത്. പക്ഷെ എന്താ അറിയില്ല, ജാസി ചെയ്താൽ ഭയങ്കര സീനാണ്. ജാസി പൊട്ട് വെച്ച സീനാണ്, ജാസി അമ്പലത്തിൽ പോയ സീനാണ്, അങ്ങനെ എന്തൊക്കെ ജാസി എന്തെങ്കിലും പറഞ്ഞ സീനാണ്. ഇപ്പൊ കുറെ മൊയിലന്മാരെ പിടിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് എന്നെ പിടിച്ചപ്പോ ഫുൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മൊയിലന്മാരെ എന്റെ ഫോട്ടോ വെച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പോപ്കോൺ എടുത്ത് വെച്ച് ഇതൊക്കെ കണ്ടിച്ചിരിക്കലാണോ പണി? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാല് ചിലതൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ ലിങ്ക് അയച്ചു തരുമ്പോൾ കയറി കാണും എന്നല്ലാണ്ട് ഞാൻ പേഴ്സണലി നോക്കാറ് പോലും ഇല്ല. നേരത്തെ ഇപ്പൊ വണ്ടിയിൽ വരുന്ന സമയത്ത് എത്രത്തോളം നെഗറ്റീവ് കമന്റ്സ് വായിച്ചിട്ടുണ്ട്? ഞാൻ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ നോക്കാറില്ല. നോർമൽ മെസ്സേജുകളിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് കുറെ മെസ്സേജ്, കുട്ടികൾ മെസ്സേജ് അയക്കും എനിക്ക്, ജാസിത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊന്നു ഷാഗി എന്ന ഒരു പാട്ടൊക്കെ പാടിത്തരും, പൊന്നു ഷാഗി, അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിമാരെ മെസ്സേജ് അയക്കും, കോസ്റ്റ്യൂം, ചില ചേച്ചിമാരെ എനിക്ക് ജാസി കുറേ ചുരിദാറില്ലേ, 2-3 ചുരിദാർ ഞങ്ങൾക്ക് തരുമോ, കല്യാണത്തിന് വേണമെങ്കിൽ തിരിച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയർ അയച്ചു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജ് വരും. പിന്നെ നോർമലി ചില ഫോട്ടോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരും, ഈ ഡ്രസ്സ് എവിടുന്നാ വാങ്ങിച്ചേ, ഇതിട്ട ഈ കമ്മൽ എവിടുന്നാ വാങ്ങിച്ചത്, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് വരും. തിരിച്ചു പോകാൻ എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? ദുബായിലിട്ടോ, ദുബായിലേക്ക് ആശയ എടുക്കുന്ന പോയി വന്നു. ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ നടക്കുന്നത് കൊണ്ടും ആശയ ഇവിടെ എൻ്റെ കൂടെ വേണം. കാരണം എനിക്ക് പെട്ടെന്ന് എന്താണ് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഇതില്ല, എനിക്കിങ്ങനെ കൂടെ എപ്പോഴും വേണം ആള്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആശ പോകും. ഞാനിപ്പോൾ എന്താണ് എൻ്റെ ഐഡിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം പാസ്പോർട്ടൊക്കെ ഫീമെയിൽ ആക്കണം, സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദുബായിലേക്ക് പോകും. കാരണം സെറ്റിൽ ആവുകയാണെങ്കിൽ ദുബായിൽ ഞങ്ങൾ സെറ്റിലാവും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ദുബായിയാണ്. ദുബായ് ഭയങ്കര വേറെ ലെവലുള്ള ലൈഫാണ്. അവിടുത്തെ ഭയങ്കര രസമാണ് ദുബായ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. എല്ലാവരും പറയും ദുബായിൽ ജീവിക്കാൻ ഭയങ്കര, ദുബായിൽ ജീവിക്കാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് കുറവ് അല്ലേ. അവിടെ റൂമിന് മാത്രമേ റെന്റിന്റെ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഭയങ്കര നല്ല ഭരണമല്ല അവിടുത്തെ. ലേഡീസ് ആണെങ്കിലും നമുക്ക് ഏത് പാതിരാത്രിയിലും നമുക്ക് പുറത്തിറങ്ങി പോവാം, ആരും വേണമെന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് നടന്നു പോവാം, ആരും ഒന്നും ചെയ്യത്തില്ല. അവിടെ അത്രയും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ്. ഇവിടെ രാത്രി ഒരു കുറച്ച് കഴിഞ്ഞൊന്ന് ഇറങ്ങി നോക്കിയാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. നിങ്ങളെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു സൊസൈറ്റീൻ്റെ അടുത്ത്? എനിക്ക് പേഴ്സണലി എന്നെ കുറിച്ചാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെ ഒരു ആള് ഇപ്പോൾ ഒരു ആണിൽ നിന്ന് പെണ്ണാവുക അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന് ആണാവുക, വാട്ടവർ, അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അംഗീകാരമുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ റൈറ്റ്സോടും കൂടിയുള്ള ജീവിക്കാനുള്ള അംഗീകാരം ഇവർക്കും ഉണ്ട്. ഇവരെ മാറ്റി നിർത്താണ്ട് അല്ലെങ്കിൽ ഇവരെ വേറെയുള്ള രീതിയിൽ കാണാണ്ട്. ഇപ്പൊ പൊതുവെ ഞാൻ പറയാം, ഇപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് സെക്സ് വർക്കേഴ്സ് ആണ്. അങ്ങനെയല്ല, അത് സെക്സ് വർക്കേഴ്സ് എന്നല്ല, അവര് എന്താണ്, എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരും പല മേഖലകളിൽ അവരെ പ്രാധാന്യം തെളിയിച്ച വ്യക്തികളാണ്. നല്ല നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല ഡിസൈൻസേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, പോലീസുകാരുണ്ട്. ഭാവിയിൽ ഒരു മന്ത്രിയോ MLA ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. ആയി വരട്ടെ എന്ന് ഞാൻ പറയുന്നത്. നല്ല കവിത എഴുതുന്ന ആൾക്കാരുണ്ട്, പുസ്തകം പ്രതികരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്, പിന്നെ അവരങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ നിങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ എന്താ ഇങ്ങനെ, അങ്ങനെ ആ ഒരു മൈൻഡ് മാറ്റി അവരെല്ലാവരും അംഗീകരിക്കുക. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സാണ് ഫസ്റ്റ് വേണ്ടത്. അത് പിന്നെ വീട്ടുകാരും അങ്ങനെ ഒരു, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അവരെ വിട്ട് പുറത്ത്, കാരണം പല ആൾക്കാരും വീട്ടുകാരെ അംഗീകരിക്കാത്തതുകൊണ്ട് പല പല രാജ്യങ്ങളിലൊക്കെ പോയി നിന്നിട്ട് പിച്ചെടുത്തിട്ടും പല വർക്കും ചെയ്തിട്ടൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലൊരു അംഗീകാരം കിട്ടുകഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വീട്ടുകാരെ അംഗീകരിക്കുക. ഇപ്പൊ മഞ്ജു ചേച്ചിയുടെ ഒരു മഞ്ജു പത്രോസ് അടുത്ത് പറയുണ്ടായി, ഞാനൊരു വായിച്ചിട്ടുണ്ടായിരുന്നു, മകന്റെ മകൻ ഗേ ആണോ, അപ്പൊ അവൻ ഗേ ആണെങ്കിലും ഞാൻ അംഗീകരിക്കും എന്നൊരു പ്രസ്താവന. അങ്ങനെ ആയിരിക്കണം അമ്മമാര്. മക്കളെ മനസ്സറിയാം. അത് മോൻ ഗേ അല്ല കേട്ടോ, അത് വേറെ കാര്യം, അത് ഫുള്ള് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, മഞ്ജു ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെ. അപ്പോൾ പേഴ്സണലി എൻ്റെ ഫ്രണ്ടും കൂടിയാണ് മഞ്ജു ചേച്ചി. അപ്പോൾ ഞാൻ വിളിച്ച് കൺഗ്രാറ്റ് ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ നിന്നൊരു അവയർനെസ് വേണം. വീട്ടിൽ വീട്ടുകാരെ ആദ്യം അംഗീകരിക്കണം, പിന്നെയാണ് സമൂഹത്തേക്ക് അവർ ഇറങ്ങുക, പിന്നെയാണ് സമൂഹം അംഗീകരിക്കേണ്ട വാട്ടവർ. വീട്ടിൽ അംഗീകാരം കിട്ടി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇപ്പൊ കുറെയൊക്കെ അങ്ങനെ അംഗീകാരം തുടങ്ങിയിട്ടുണ്ട് വീട്ടിലുള്ള. അക്സെപ്റ്റ് ചെയ്യാതെ മാത്രമാണ് ജാസി പറയുന്നത്. അതെ, അക്സെപ്റ്റ് ചെയ്യണം അവർ വേദന. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളൊരു കരയുന്നതോ വിഷമിക്കുന്നതോ അവർ വേദനിക്കുന്നതോ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല.
എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്ക് കാണുന്നതാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ മൂവി വേൾഡ് മീഡിയയുടെ ഇന്റർവ്യൂവിൽ വന്നിട്ട് കരഞ്ഞു, ചിരിച്ചു, സന്തോഷിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഇന്റർവ്യൂവിൽ പറയാത്ത കുറേ നല്ല കാര്യങ്ങൾ, നല്ല പോസിറ്റീവ് കാര്യങ്ങൾ, അല്ല നല്ല കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ പറഞ്ഞ നീയാണ്. കുറേ കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റി. മോളെ ആങ്കറിങ്ങും അടിപൊളിയായിരുന്നു. വരാൻ പറ്റിയാലും നിങ്ങളെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും പൂർണ്ണമായി സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അതെ, ഐഡന്റിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ദുബായിലേക്ക് പോവാൻ പറ്റട്ടെ. അതിന് പോയി വന്നിട്ട് നമുക്ക് വേണ്ടി ഇന്റർവ്യൂ എടുക്കണം. മൂവി വേൾഡ് മീഡിയന്റെ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.